എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യം നിലനിർത്തുന്ന ഒരു വിഭാഗം തന്നെയാണ് നമ്മളുടെ ന്യൂട്രിചാർജ്. അപ്പം മരുന്ന് ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാമെന്നും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ആരോഗ്യം നിലനിർത്താം എന്നും കൂടി നമുക്ക് ഈ പ്രൊഡക്റ്റ് വഴി മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പല ഉദാഹരണങ്ങളും ഇപ്പം നമുക്കറിയാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ഈ പറയുന്ന പ്രൊഡക്റ്റ് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നുമല്ല, പക്ഷെ എന്നാലും ഇത് അത്യന്താപേക്ഷികമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ ഒരു ചെറിയ കുറെ ക്യാപ്സ്യൂളുകൾ, പക്ഷെ അത് ഒരു ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റാൻ അതിന് പറ്റുമെന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഈ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് കിട്ടിയ റിസൾട്ടുകൾ. അപ്പൊ അതിലേക്കൊക്കെ നമുക്കിന്ന് പോകാം. മൊത്തത്തിൽ ഇന്ന് ഈ പ്രൊഡക്റ്റിനെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന പോലെ കീറി മുറിച്ച് നമുക്കിത് മനസ്സിലാക്കാം. ഒരു നോട്ട്ബുക്കും പേനയാണ്. അപ്പൊ അത് നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതുമ്പോഴാണ് കൂടുതൽ മനസ്സിലാക്കുക. അപ്പൊ മനസ്സിലാകും, പിന്നെ നമുക്കിത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് ഇന്ന് ചെയ്യണം. പിന്നെ രണ്ടാമത്, ഈ സെഷനിലേക്ക് പോകുന്നതിന്റെ മുമ്പ് കുറെ കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. അപ്പോൾ അതൊരു 10 മിനിറ്റ് അതിനെപ്പറ്റി സംസാരിക്കാം. അതിനുശേഷം നമുക്ക് നേരെ സെഷനിലേക്ക് തന്നെ പോകാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ഫോർ ഈച്ച് ആൻഡ് എവരി വൺ ഹു ഹസ് ജോയിൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ന്യൂട്രിചാർജ് സബ്സെ പെഹലെ സെഹത്ത്. ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ടത് ആരോഗ്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആരോഗ്യമുണ്ടെങ്കിലേ ബാക്കി എന്തുള്ളൂ, ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഈ കഴിഞ്ഞ ഈ ഒരു മാസം മുന്നേ അതിന്റെ ഒരു ഉദ്ഘോഷണമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. പലവട്ടം ഞാനും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞു കാണുമായിരിക്കും. 2026 എന്ന് പറയുന്നത് RCMന് വേണ്ടിയിട്ട് ആരോഗ്യ വിപ്ലവ വർഷമാണ്. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യം കൊടുക്കുക, അതിൽ ഉപരി നമ്മൾ ആദ്യം ആരോഗ്യവാനാകുക. അപ്പൊ മറ്റുള്ളവർക്ക് ആരോഗ്യം കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആരോഗ്യമുള്ളവരായിരിക്കണം. നമ്മളെ വീട്ടിലെ ആൾക്കാരെ ആദ്യം ആരോഗ്യത്തിൽ കൊണ്ടുവരണം. അതിന് ശേഷം വേണം നമുക്ക് വീട്ടിന്റെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് മറ്റുള്ളവർക്ക് ആരോഗ്യം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇതൊരു വലിയ ഒരു ദൗത്യം തന്നെയാണ് RCM ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആരോഗ്യ വിപ്ലവ വർഷമാകുമ്പോൾ എന്തായാലും ന്യൂട്രിചാർജിന് ഒത്തിരി കാര്യങ്ങൾ അതിൽ ചെയ്യേണ്ടി വരും, നമുക്കറിയുന്ന കാര്യമാണ്. കാരണം ആരോഗ്യത്തിന്റെ ഒരു ഹെൽത്തിന്റെ ഒരു വിഭാഗം തന്നെയാണ് ന്യൂട്രിചാർജ്. അപ്പോൾ ആരോഗ്യ വിപ്ലവം വരുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഓരോരുത്തരെയും ഡ്യൂട്ടി കൂടുകയാണ്. ജോലി എന്ന് പറയാൻ പറ്റുന്നില്ല, ഡ്യൂട്ടി കൂടുകയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ TCG അവലംബനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും, നിങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞാനും അതിന്റെ ഭാഗമായതുകൊണ്ട് അത് അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഒരു തൊഴിലാണ്. പക്ഷെ ഞാൻ പിന്നെ കുറെ ദിവസങ്ങളായിട്ട് വന്നിട്ടുമില്ലല്ലോ. അപ്പോൾ നമുക്ക് അവർ നോക്കാം. അതാണ് സെഹത് കാ സിത്താര എന്ന് പറഞ്ഞത്. ആരോഗ്യത്തിന്റെ തിളക്കമാർന്ന ഒരു നക്ഷത്രങ്ങളായി മാറുക എല്ലാവരും. അതായത് നമ്മൾ ആരോഗ്യത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആകുക, ചുരുക്ക ഭാഷയിൽ അതാണ്. ഓക്കെ, അപ്പൊ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് തോന്നണം, ഇതെന്താ ഇങ്ങനെ, ഈ ആരോഗ്യത്തിന്റെ കാരണം എന്താണ്, പ്രായം കൂടിപ്പോകുന്നുണ്ടെങ്കിലും തോന്നുന്നില്ലല്ലോ, അതെന്താണ് കാരണം എന്നൊക്കെ മനസ്സിലാവും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക, നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക. എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ഒരു 10 പാരാമീറ്റേഴ്സ്, ഇത് ഇവിടെ 8 ഉണ്ട്, പിന്നെ ഞാൻ പറയാം. ഇത് നിങ്ങൾ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ എനീമിയ, അതായത് ഹിമോഗ്ലോബിൻ, പിന്നെ ഡയബറ്റീസ്, പിന്നെ ഒബേസിറ്റി, അമിതവണ്ണം, പിന്നെ അമിതവണ്ണത്തിന് പിന്നെ എങ്ങനെ ലാബിൽ ടെസ്റ്റ് ചെയ്യുക, അത് ചോദ്യം വരില്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ സ്കാനറിന്റെ മുകളിൽ നിൽക്കുക, എന്നിട്ട് നിങ്ങളുടെ വെയിറ്റ് കാണിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. ഓക്കെ, അതാണ് വേണ്ടത്. ഹൈ കൊളസ്ട്രോൾ, അത് പിന്നെ ലാബിൽ നിന്ന് കിട്ടും. ഹൈപ്പോ തൈറോയിഡ്, ഫാറ്റി ലിവർ, ഐ ഹെൽത്ത്, ഹെയർ ഹെൽത്ത്. ഹെയർ ഹെൽത്ത് എങ്ങനെയാണ് ലാബിൽ നിന്ന് കിട്ടുക, അത് കിട്ടത്തില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് നമ്മളെ മുടിയുടെ കണ്ടീഷൻ എന്താണോ അതിന്റെ ഒരു ഫോട്ടോ എടുക്കണം, എന്നിട്ട് അതിൽ അപ്ലോഡ് ചെയ്യണം. പിന്നീടുള്ളതാണ് കിഡ്നി ഹെൽത്ത്, ആൻഡ് 10ാമത്തതാണ് യൂറിക് ആസിഡ്. അങ്ങനെ ഈ 10 പാരാമീറ്റർ നിങ്ങൾ ടെസ്റ്റ് ലാബിൽ പോയി ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. എന്ത് പാരാമീറ്റർ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ എനീമിയ ആണ് ഇപ്പോൾ. ഓക്കെ, അതിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 3 മാസം, ഇപ്പൊ ആദ്യത്തെ ദിവസം നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തു, അത് അപ്ലോഡ് ചെയ്തു, പിന്നെ 90 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ആ സമയത്ത്, ആ കാലയളവിൽ നിങ്ങൾ എന്തൊക്കെ പ്രൊഡക്റ്റ് കഴിച്ചോ അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതിൽ കാണിക്കുക. അപ്പൊ റിസൾട്ട് എന്തായിരിക്കണം, ഒന്നെങ്കിൽ നമ്മളുടെ എനീമിയയുടെ പാരാമീറ്റർ 2 ഗ്രാമോ അല്ലെങ്കിൽ 2 ഗ്രാം കൂടിയിട്ടുണ്ടാവണം. ഓക്കെ, 3 മാസത്തിൽ, അല്ലെങ്കിൽ അത് നോർമൽ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടാവണം. അപ്പൊ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക, അതിന്റെ നോർമൽ റേറ്റ് അറിയേണ്ടത് ആദ്യം. അപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ ഹീമോഗ്ലോബിന്റെ അളവ് 12 മുതൽ 16 ഗ്രാം പെർ ഡെസിലിറ്റർ, പുരുഷന്മാർക്കാണെങ്കിൽ 14 മുതൽ 18 ഗ്രാം പെർ ഡെസിലിറ്റർ. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആദ്യത്തെ മാസം ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 8 ഉള്ളൂ വിചാരിക്കും. അപ്പോൾ ഈ പാരാമീറ്ററിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 10ലേക്ക് എത്തണം. കാരണം 2 കൂടുന്നല്ലേ പറഞ്ഞത്, 2 ഗ്രാം. അപ്പൊ 8 ഉള്ളായിരുന്നു ആദ്യത്തെ മാസം.
അപ്പൊ മൂന്നാമത്തെ മാസം, അതായത് 90-ാമത്തെ ദിവസം, അതൊന്നെങ്കിൽ അത് 10 ആവണം, അല്ലെങ്കിൽ നോർമലായിട്ട് ഈ റേഞ്ചിൽ തന്നെ വരണം. അങ്ങനെ എല്ലാ പാരാമീറ്റേഴ്സ്, എല്ലാത്തിനും ഒരു പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഈ പറഞ്ഞ 10 അങ്ങനെയാവുമ്പോൾ ഈ ഒരു സെലിബ്രേഷൻ ഉണ്ട്, സെഹത് കെ സിത്താര എന്ന് പറഞ്ഞ പ്രോഗ്രാം അക്രോസ് ഇന്ത്യയിലാണ് നടക്കുക. എന്തായാലും നമ്മളെ കേരളത്തിൽ നടക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റേജിൽ വെച്ചിട്ട് പാരിതോഷികം നൽകി നിങ്ങളെ ആദരിക്കും, സെഹത് കെ സിത്താര എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കുറച്ച് സ്റ്റാറും എന്തൊക്കെയോ വിട്ടുവയ്ക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഇത്. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ചെയ്യുക. ആരോഗ്യം ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മരുന്നില്ലാതെ ജീവിക്കുകയും, മരുന്ന് കഴിച്ചുകൊണ്ടായിരിക്കും ഇവിടെ ഒരു വലിയ ഗുണം ഉണ്ടായിട്ടില്ല, അസുഖങ്ങൾ മാറിയിട്ടില്ല. അപ്പൊ നമുക്ക് അസുഖം വരാതിരിക്കുക, അതാണ്. അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ മാർഗമൊന്നുമില്ല, എന്തെല്ലോ കഴിക്കേണ്ടി വരും നമുക്ക്. അപ്പൊ അതിനെ മുമ്പേ നമ്മൾ അസുഖം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് നാച്ചുറലി ഒരു നല്ല ഒരു ഭാരതത്തിനെ പടുത്തുണർത്താൻ പറ്റും എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് TCG തന്നെ എഴുതിയ ഒരു പുതിയ പാട്ടാണിത്. ഓക്കെ, അദ്ദേഹം ഇങ്ങനെ ഒരു കവിയും കൂടിയാണല്ലോ, അപ്പൊ ഇങ്ങനെ പാട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ സെഹത് കെ സിത്താരയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്, അത് പുതിയ വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. കാരണം സെഹത് കെ സിത്താര എന്ന് പറയുമ്പോൾ നാച്ചുറലി നമ്മളെ ന്യൂട്രിചാർജിന് ഒരു ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഇന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. കെയർ വ്യൂ. घबराते हैं, सोचा है जो कर जाते हैं, मुश्किल से ना घबराते हैं, ठान लिया जो कर जाते हैं, हम बनेंगे दुनिया से न्यारे, हम हैं सेहत के सितारे, हम हैं RCM सितारे, हम हैं सेहत के 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 सितारे। लेते हैं हम जिम्मेदारी, नहीं रहेगी बीमारी, आदतें अपनाएंगे जो सेहत लौटाए सारी, बन जाएंगे सबके प्यारे, हम हैं सेहत के सितारे, हम हैं RCM सितारे, हम हैं सेहत के सितारे, हम हैं सेहत के सितारे। भोजन अपना सही करेंगे, कसरत भी हम रोज करेंगे, सीड्स को अपना करके जीवन शैली सही करेंगे, पालन करेंगे सेहत के नियम सारे, हम हैं सेहत के सितारे, हम हैं RCM सितारे, हम हैं सेहत के सितारे, हम हैं सेहत के सितारे। घर घर में फैली बीमारी, परेशान है दुनिया सारी, RCM ने ठाना है स्वस्थ भारत हमको बनाना है, बदलेंगे दुनिया के नजारे, हम हैं सेहत के सितारे, हम हैं RCM सितारे, हम हैं सेहत के सितारे, हम हैं सेहत के सितारे। സോ അങ്ങനെ സെഹത് കെ സിത്താരയാണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മളൊക്കെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ്. അപ്പോൾ ലെറ്റ് us see that നമ്മളെല്ലാവരും ആരോഗ്യം കാത്തു സൂക്ഷിക്കുകയും അതുപോലെ ആരോഗ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഈ പറയുന്ന പ്രൊഡക്റ്റ്, വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് ന്യൂട്രിചാർജ് ഇസ് കൺസേൺഡ് ഓർ എനി അതർ പേഴ്സൺ ഇസ് കൺസേൺഡ്. ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള, ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ആണ് ഞാൻ അയച്ചു തരുന്നത്. ഇതാണ് ലിങ്ക്. ഓക്കെ, അപ്പൊ ഈ ലിങ്കിലേക്ക് പോവുക. ഞാൻ പറഞ്ഞ ഈ പാരാമീറ്ററിൽ നിങ്ങൾ ലിങ്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി എന്താ വേണ്ടത്? നമുക്ക് ആരോഗ്യം ആണ് വേണ്ടത്.
അതിനുവേണ്ടിയാണ് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരാൾ ഈ പ്രോഗ്രാം കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ടോ എനിക്ക് മരുന്ന് കഴിക്കണം ഇത്തിരി പെട്ടെന്ന്? മരുന്ന് കഴിക്കുന്ന ആൾക്ക് മരുന്ന് കഴിക്കേണ്ടെന്നല്ലേ തോന്നുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അത് എന്തായാലും ആ ക്രാന്തിയുടെ ഭാഗം നമുക്കാവും എല്ലാവർക്കും. ഓക്കെ, ഇതാണ് സീഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, സപ്ലിമെന്റ്സ് മാത്രം കഴിച്ചത് കൊണ്ട് ഒരിക്കലും ആരോഗ്യം വരില്ല. ഇത് പലവട്ടം ഞാൻ പറഞ്ഞാണ്, സപ്ലിമെന്റ്സ് കഴിച്ചുകൊണ്ട് മാത്രം ആരോഗ്യം വരത്തില്ല. അതിന്റെ കൂടെ പലതും ചെയ്യാനുണ്ട്, ചെയ്യാതിരിക്കാനുള്ളതുണ്ട്. അപ്പോൾ അതിന്റെ ആണ് സീഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, SEEDS. അപ്പൊ സ്ലീപ്പും നല്ല ഉറക്കം, അതൊക്കെ വിശദീകരിച്ചിട്ട് നമുക്ക് ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ നല്ല ഉറക്കം വേണം. അത് എല്ലാവരും ഉറങ്ങുന്ന ആൾക്കാരാണ്, പക്ഷെ ശരിയായിട്ട് അക്ഷരാർത്ഥത്തിൽ ഉറങ്ങാൻ ആർക്കും അറിയില്ല. അതാണ് അതിന്റെ ശരിയായ ഒരു അവസ്ഥ എന്നുള്ളത്. പിന്നെ ഇമോഷണൽ വെൽബീങ്, നല്ല നമുക്ക് വൈകാരിക സന്തോഷം എല്ലാം ഉണ്ടാകണം, കൂടുതൽ ചിരിക്കണം. പക്ഷെ എല്ലാവരും വളരെ സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ പ്രോഗ്രാം കാണുമ്പോൾ തന്നെ ഞാൻ കാണുന്നുണ്ട് ചില ആൾക്കാരൊക്കെ വളരെ സീരിയസ് ആണ്. ഇവിടെ എന്തോ ബോംബാറ്റം പൊട്ടാൻ പോകേണ്ടത്, എന്തോ ഒന്നും സംഭവിക്കാൻ പോകില്ല. ഡ്യൂട്ടി ചാർജ് വെജോന്നല്ലേ പറയാൻ പോകുന്നത്, എന്തോ വേറെ എന്താ പറയാൻ പോകുന്നത്. പക്ഷെ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് മുഖത്ത് ഇങ്ങനെ എന്തോ ഒരു സംഭവം പോലെ ഇരിക്കും. എല്ലാവരും ഒന്ന് ചിരിക്കും കേട്ടോ, ഒന്ന് റിലാക്സ് ആവും. അയ്യോ ശ്വാസം പിടിച്ചിരിക്കാതെ തന്നെ. പിന്നെ എക്സസൈസ്, വ്യായാമം, അത് പിന്നെ ആരും ചെയ്യാറില്ല, സമയമില്ല, അങ്ങനെയൊക്കെയല്ലേ പറയാ. പക്ഷെ നമുക്ക് സമയം വേണം. ഒരു അരമണിക്കൂർ വേണ്ട, 24 മണിക്കൂറില്ല ഒരു ദിവസം, അതിലൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. ഓക്കെ, പിന്നെ ഉള്ള ഡയറ്റ്, ഭക്ഷണം, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഈ ഭക്ഷണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് എന്ത് കഴിക്കാൻ പാടില്ല, എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, എങ്ങനെ കഴിക്കണം, അതൊക്കെ നമ്മൾ അറിയണം. അതിലുള്ള 2 പുസ്തകങ്ങൾ നമ്മൾ ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. ഒന്ന് ആരോഗ്യത്തിന്റെ ആഘോഷം, രണ്ടാമത്തെ പുസ്തകമുണ്ട്, അതിൽ 20 അസുഖങ്ങളാണ്. ആ 20 അസുഖത്തിന്റെ മലയാളീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതും എത്തും. അപ്പൊ അങ്ങനെ 30 അസുഖങ്ങൾ നമുക്ക് ക്ലീൻ ആയിട്ട് അങ്ങനെ മാറ്റി പിടിക്കാൻ പറ്റുമെന്നുള്ളത് 100% ഉറപ്പാണ് തരുന്നത്. അവസാനം നമ്മൾ സപ്ലിമെന്റും കഴിക്കുന്നു. ഈ സപ്ലിമെന്റ് കഴിക്കുമ്പോൾ വെറും ന്യൂട്രിചാർജ് സപ്ലിമെന്റ് മാത്രം ഉദ്ദേശിക്കുന്നത് നമ്മൾ RCM എന്തൊക്കെ കഴിക്കാൻ പറ്റിയത് ഇതിൽ ഈ ഓരോ പ്രശ്നങ്ങൾക്കുണ്ടോ അതെല്ലാം നമ്മൾ കഴിക്കും. മനസ്സിലായില്ലേ? നമ്മൾ വെളിയിൽ ഒരു സാധനവും കഴിക്കത്തില്ല, വെളിയിൽ ഒരു സാധനവും മേടിക്കത്തില്ല. കാരണം അതാണല്ലോ നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. RCM ലെസ് വന്നു കഴിഞ്ഞാൽ 100% RCM പ്രൊഡക്ട്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതെല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കാരണം ഇപ്പം സുധാകരൻ സാർ പറഞ്ഞു ഇനി എത്രയോ 10-12 അദ്ദേഹത്തിന്റെ അണ്ടർ തന്നെ ഷോപ്പ് വരുന്നുണ്ട്. അത് ഒരു എമറാൾഡിന്റെ അണ്ടറിലാണ്. അങ്ങനെ എത്രയോ ഷോപ്പുകൾ ഇപ്പം ഒരു ദിവസം കാണാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? ഇതിന്റെ ആ ഒരു യൂസേജ് കൂടിയിട്ടുണ്ട്. ആൾക്കാർ മറ്റുള്ള ഷോപ്പുകളിൽ പോകുന്നത് ചുരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ടേക്ക് ഷോപ്പ് വലുതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഓരോ ദിവസവും നമുക്കൊരു ഉണർവ തരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക ആൻഡ് ട്രൈ ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ നമുക്ക് സമഗ്രമായ ആരോഗ്യം കിട്ടണമെങ്കിൽ ഈ 5 കാര്യങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ ഒരു കാര്യം, ഒരു സപ്ലിമെന്റ് നമുക്ക് ഇന്ന് പറയാം. ഈ സപ്ലിമെന്റ് വളരെ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സപ്ലിമെന്റ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന് നമ്മൾ പറയുന്ന തന്നെ ഒരു അത്ഭുതകരമായിട്ടുള്ള സപ്ലിമെന്റ് ആണ് പറയാം. ഓക്കെ, എന്തുകൊണ്ട് അത്ഭുതകരമായിട്ടുള്ളത്? ഇത് അസുഖമുള്ള ആൾക്ക് കഴിക്കാം, അസുഖം ഇല്ലെങ്കിൽ കഴിക്കാം. കഴിക്കാമെന്നല്ല, കഴിക്കണം. അതുപോലെ പ്രായം എന്തായാലും കഴിക്കാം. അത് പുരുഷനായാലും ശരി, പെൺകുട്ടിയായാലും ശരി, സ്ത്രീ ആയാലും ശരി, ആൺകുട്ടിയായാലും ശരി, എല്ലാവർക്കും കഴിക്കാം. നിങ്ങൾക്ക് അതിമാരക രോഗമുണ്ട്, അന്നേരം കഴിക്കാം. അപ്പൊ എന്തിനു പറയുന്നു? ഇത് നമുക്ക് ഓക്സിജൻ പോലെ എന്ന് വിചാരിക്കാം. അതായത് ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല, നമ്മൾ മരണപ്പെടും. അതുപോലെ തന്നെ ഇതും അതിന്റെ ഒരു വകഭേദം തന്നെ കാണാം നമുക്ക്. ഇതില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. കാരണം കോശങ്ങൾ, നമ്മളെ ശരീരം മൊത്തം സെൽസ് കൊണ്ട് ഉണ്ടാക്കി നമുക്കറിയാം. അപ്പൊ ഈ കോശങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട 3 പോഷകങ്ങളിൽ ഒരു പോഷകമാണിത്, omega-3. പക്ഷെ അത് നമുക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാകുന്നത് മറന്നുപോയിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ഇന്ന് പുതുക്കാം. ഓക്കെ, അത് മാത്രമല്ല, ഒന്ന് കഴിച്ചാലൊന്നും ഇതുകൊണ്ട് റിസൾട്ടും കിട്ടത്തില്ല. അപ്പൊ ഞാൻ വീടായിട്ട് പല ഫിസിക്കൽ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരാൾ ഒന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ, അതായത് ന്യൂട്രിചാർജ് വെജ് ഒമേഗ സർ ഞാൻ എല്ലാ ദിവസവും ഒന്ന് കഴിക്കുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത് 2 കാര്യങ്ങൾ. ഒന്ന് കഴിക്കുന്ന ആൾക്കാർ ഒന്നെങ്കിൽ അത് നിർത്തുക, ഇല്ലെങ്കിൽ ഒരു ദിവസം 2 അല്ലെങ്കിൽ 3 കഴിക്കുക. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഒന്ന് കഴിച്ചത് കൊണ്ട് അങ്ങനെ പോകുന്നു മാത്രം. പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ പോകേണ്ടത്. നമ്മളെല്ലാം സെഹത് കെ സിത്താരയല്ലേ, ബ്രാൻഡ് അംബാസിഡേഴ്സ് ഓഫ് ഹെൽത്ത്. അപ്പൊ അങ്ങനെ നമ്മൾ ആരോഗ്യമുള്ള ഒരാളായി നിൽക്കണം. ഒരാൾ കാണുമ്പോഴയാൾക്ക് തോന്നണം ആരോഗ്യമുള്ള വ്യക്തിയാണ് വരുന്നതെന്നും ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ അനാരോഗ്യമായിട്ട് വളർന്നിരിക്കുന്നതെന്നും നമുക്ക് ശോഭനീയമല്ല നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതാ പറഞ്ഞു, omega-3 എന്ന് പറയുന്നത് മിറാക്കുലസ് എലിമെന്റ് ആണ്. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമാണിത്. കാരണം ഇത് ഏത് അവസ്ഥയിൽ, ഏത് പ്രായത്തിലും എപ്പോൾ വേണമെങ്കിലും ഇത് കഴിച്ചേ മതിയാകത്തുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഏത് അസുഖം ഉണ്ടെങ്കിലും ഇത് നമ്മൾ കഴിക്കണം, അസുഖമില്ലെങ്കിലും കഴിക്കണം. ഓക്കെ, പിന്നെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ശരീരത്തിൽ വളരെയധികം ബെനിഫിഷ്യൽ ആണുള്ളത്, വളരെ അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ. ഓക്കെ, അപ്പൊ ഇതിനെ പറയുന്നത് തന്നെ ഒരു എസെൻഷ്യൽ ഫാറ്റി ആസിഡ് വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ് എന്നാണ്. ഓക്കെ, ഇത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാറ്റി ആസിഡ് ആണ്, വിച്ച് ഈസ് ആബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ ലൈഫ്.
ജീവിതത്തിന് വലിയ അത്യന്താപേക്ഷിതമാണിത്. അതുകൊണ്ട് ഇതിനെ ഗുഡ് ഫാറ്റ് എന്ന് പറയും, നല്ല കൊഴുപ്പാണിത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് വേറെ എന്തിനേയും കൊണ്ടെങ്കിലും നമുക്ക് റിപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ യു കനോട്ട് ഡു ദാറ്റ്. ഒമേഗ 3 തന്നെ വേണം. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം, ഈ ഒമേഗ 3 നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമാണ് താനും, പക്ഷേ ഇത് ശരീരം ഉൽപ്പാദിപ്പിക്കാറില്ല. നമ്മൾ അഥവാ ഒരു നോൺ വെജിറ്റേറിയൻ അല്ല, വെജിറ്റേറിയൻ ആണ് വിചാരിക്കുക, വെജിറ്റേറിയൻ ആണെങ്കിൽ നമുക്ക് ഇത് ഭക്ഷണത്തിൽ കൂടെ ലഭിക്കുന്നതും വളരെ വിരളമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ, ഇത് സപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ഭക്ഷണത്തിൽ കൂടെ ലഭിക്കാത്തതും ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാത്തതുമായിട്ടുള്ളൊരു അവസ്ഥയാകുമ്പോൾ നമ്മളത് ബാഹ്യ ചില സംഭവങ്ങൾ കൂടി അത് ശരീരത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം, ആ കുറവ് നികത്തിച്ചു കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം നോക്കാം. ഇതൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ പിടികിട്ടും ഈസി ആയിട്ട്. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, നമ്മളെ കോശങ്ങൾ, അതിന് വേണ്ട 3 പോഷകങ്ങളിൽ ഒരു ഇമ്പോർട്ടന്റ് ആണ് ഒമേഗ 3. അപ്പൊ കോശം എന്ന് പറയുമ്പോൾ അതിനൊരു സെൽ മെംബ്രെയിൻ കാണും. ഓക്കെ, ഇപ്പോൾ എനിമൽ സെൽ ആയതുകൊണ്ടാണ് ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്ലാന്റ് സെൽ ആണെങ്കിൽ അതിന്റെ വെളിയിൽ ഒരു സെൽ മെംബ്രെയിൻ മാത്രമല്ല, വേറെ സെൽ വാളും കൂടി ഉണ്ടാവും. അപ്പൊ ഈ സെൽ മെംബ്രെയിന് അത്യാവശ്യമായിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണ് ഒമേഗ 3. ഓക്കെ, അപ്പൊ ഒമേഗ 3 കുറഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കും. അത് എന്താണ് നമുക്ക് പതിയെ പതിയെ മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ കാണാൻ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് കുറെ മഞ്ഞ ഗുളികകൾ പോലത്തതും, കുറെ ഓറഞ്ച് ഗുളികകൾ പോലത്തതും, പിന്നെ കുറെ നീല എന്തോ കഷ്ണങ്ങൾ പോലത്തെ സാധനങ്ങൾ, കല്ലിന്റെ കഷ്ണമല്ല പോലെ, മാർബിൾ കഷ്ണ. ഇത് നീല എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. ഓക്കെ, പിന്നെ ഈ ചുവന്ന നിറത്തിലുള്ളത് ഫോസ്ഫോലിപിഡ്സ് കണ്ടെയ്നിങ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. അപ്പൊ അത് ഒമേഗ 3 ഉള്ളതും, അത് മഞ്ഞ നിറത്തിലുള്ളത് ഒമേഗ 3 അല്ലാത്തതും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇതൊരു യൂണിഫോമിറ്റി ആയിട്ട് ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിടക്കുന്നുണ്ട് സെൽ മെമ്പറിൽ. ഓക്കെ, ഇതിന്റെ കൂടെ വേണ്ടത് വെള്ളം കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വെള്ളം കുടിക്കാത്തത് നമ്മളെ വളരെയധികം അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് നിങ്ങൾക്ക് പലവട്ടം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. യെസ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് വളരെ അത്യാവശ്യമായിട്ട് സെല്ലിൽ വേണം. പക്ഷെ നമ്മളുടെ ശരീരത്തിൽ ഒമേഗ 6, ഒമേഗ 9, കാരണം ഈ ഒമേഗ എന്ന് പറയുന്നത് 3 ഉണ്ടല്ലോ, ഒമേഗ 3, ഒമേഗ 6 ആൻഡ് ഒമേഗ 9. പക്ഷെ ഈ 6 and 9 ശരീരത്തിൽ കാണും. ബേസിക്കലി 6 and 9 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഒമേഗ 3 ഉൽപാദനം കുറവായിരിക്കും. അപ്പൊ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ സപ്ലിമെന്റേഷൻ ചെയ്യണം. അപ്പോൾ ഇതിനെ ഇനി കുറച്ചും കൂടി ഒന്ന് വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒമേഗ 3, ഒമേഗ 6 അങ്ങനത്തെ എല്ലാത്തിനും കൊണ്ട് ഉണ്ടാക്കിയാണ്. പക്ഷെ ഈ ഒമേഗ 3 ആൻഡ് ഒമേഗ 6ന്റെ ബാലൻസ് പെർഫെക്റ്റ് ആയിരിക്കണം. അതായത് ഒമേഗ 3, ഒമേഗ 6 ബാലൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒമേഗ 6നേക്കാളും അല്പം കൂടുതലായിരിക്കണം ഒമേഗ 3. എന്നാൽ മാത്രമാണ് ആ സെൽ മെംബ്രെയിൻ വളരെ ആരോഗ്യമുള്ള ഒരു സെൽ മെംബ്രെയിൻ ആയിട്ട് കണക്കാക്കപ്പെടും. ഓക്കെ, അപ്പൊ ഈ സെൽ മെംബ്രെയിൻ ആരോഗ്യമുള്ളതായി കഴിഞ്ഞാൽ ഈ സെല്ലിന്റെ അകത്തോട്ടേക്ക് ദുഷിച്ച സംഭവങ്ങളിൽ നിന്നും കയറാൻ സമ്മതിക്കത്തില്ല. കാരണം ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ, അല്ലെങ്കിൽ ഒരു ബോഡി ഗാർഡിനെ പോലെ അത് നിൽക്കും. അപ്പൊ അത് അകത്തോട്ടേക്ക് കയറ്റി വിടത്തില്ല. പക്ഷെ അത് വീക്കായി പോയാൽ, ഒമേഗ 6 കൂടി പോയി കഴിഞ്ഞാൽ അത് വളരെ വീക്കാവും. അതെങ്ങനെ വീക്കാന്ന് നമുക്കിപ്പോൾ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒമേഗ 6 കാണിക്കുന്നത് ചുവന്ന നിറത്തിലും ഒമേഗ 3 കാണിക്കുന്നത് മഞ്ഞ നിറത്തിലും. ആ നീല തൂണ് പോലത്തതൊക്കെ പ്രോട്ടീനുകൾ. ഓക്കെ, റൈറ്റ്. ഇനിയിപ്പോൾ അടുത്തേക്ക് പോവാം. അപ്പൊ ഓരോ ശരീരത്തിലെ മെംബ്രെയിനിന്റെയും, ഓക്കെ, സെല്ലിന്റെ മെംബ്രെയിൻ ആണല്ലോ. അപ്പൊ സെൽ മെംബ്രെയിനെ പറ്റി നമ്മൾ പറയുമ്പോഴും ശരീരത്തിൽ എവിടെയൊക്കെ മെംബ്രെയിൻ ഉണ്ടോ, മൊത്തം മെംബ്രെയിൻ, ആ മെംബ്രെയിനിലൊക്കെ ഒമേഗ 3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കോമ്പോണന്റ് ആണ്. അപ്പൊ ഒമേഗ 3 കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ സമ്പൂർണ്ണ ഘടന തന്നെ മാറിപ്പോകും. അത് യാതൊരു സംശയമില്ല. ഇപ്പൊ ഞാൻ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന പല ലക്ഷണങ്ങളുടെയും കാരണം ഒമേഗ 3 കുറവാണെന്നുള്ളതാണ്. കാരണം ഇത് എല്ലാ സ്ഥലത്തും വേണം. അതിപ്പം നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ നമ്മളെ സെൽ മെംബ്രെയിനിനെ സോഫ്റ്റ്, ഫ്ലെക്സിബിൾ ആക്കി കാത്തു സൂക്ഷിക്കണമെങ്കിൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഈ പറയുന്ന ഒമേഗ 3. മനസ്സിലല്ലേ? അപ്പൊ ഒമേഗ 3 ഉണ്ടെങ്കിൽ മാത്രമേ സെൽ മെംബ്രെയിൻ സോഫ്റ്റ്, ഫ്ലെക്സിബിൾ ആവും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പലവട്ടം കാണിച്ചതാണ്. അതായത് ഒരു ഇലക്ട്രിസിറ്റി വയർ, ഓക്കെ, അത് വളരെ സോഫ്റ്റ്, ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മടക്കാം, നിവർത്താം, എന്ത് ചെയ്യാം. പക്ഷെ നമുക്കത് വലിച്ചാൽ പൊട്ടിക്കാൻ പറ്റില്ല. അത്രയും സ്ട്രോങ് ആയിരിക്കും. പക്ഷെ ഫ്ലെക്സിബിൾ ആണ്, സോഫ്റ്റ് ആണ്. ഇതുപോലെ ആയിരിക്കും നമ്മുടെ സെൽ മെംബ്രെയിൻ. പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഒമേഗ 3, 6ന്റെ റേഷ്യോയിൽ വന്നാൽ അത് റിജിഡായി, ഹാർഡായി പോകും. ഹാർഡാകുമ്പോൾ ബ്രേക്ക് ആവും. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ, സെൽ മെംബ്രെയിൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അതിൽ കൂടെ എല്ലാ ടോക്സിൻസുകളും, അനാരോഗ്യപരമായിട്ടുള്ള സാധനങ്ങൾ സെല്ലിലേക്ക് കയറും. സെല്ലിനെ ഒന്നടങ്കം അത് നശിപ്പിച്ച് കളയുകയും ചെയ്യും. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സയൻസ്. അപ്പൊ ഒമേഗ 3 ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, അപ്പൊ ഒമേഗ 3 നമ്മൾ വെളിയിൽ നിന്ന് ഒരു സപ്ലിമെന്റിന്റെ രൂപത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് സെൽ മെംബ്രെയിൻ ടോട്ടാലിറ്റിയിൽ ഫോർമുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഉണ്ടാക്കിയെടുക്കാൻ, ആരോഗ്യത്തോടെ നിലനിർത്താൻ വേണ്ടി ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ നോക്കി ഇവിടെ. പക്ഷെ എങ്ങനെയാണെന്നത് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. റൈറ്റ്,
omega 3 ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ സെൽ മെംബ്രെയിൻ വളരെ സോഫ്റ്റും ഫ്ലെക്സിബിളും ആയിരിക്കും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ കറക്റ്റായിട്ട് omega 3 അവിടെ ഉണ്ടെങ്കിൽ അത് പതിയെ പതിയെ ചില ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യും മറ്റുള്ള കോശങ്ങളിലേക്ക്. നമുക്കറിയാലോ, കോശങ്ങൾ ഇങ്ങനെ അടുത്തടുത്താണ് നിന്നിരിക്കുന്നത്. ഈ ചുമരിൽ ഇങ്ങനെയാണ് ഇഷ്ടികയും കല്ലും വെച്ചിട്ട് നിരത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ മൊത്തം സെൽസ് നിരത്തിയിട്ടാണ് ഈ ശരീരം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു സെല്ലിന് മെംബ്രെയിനിൽ പെർഫെക്റ്റ് ആയിട്ട് omega 3 ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യും മറ്റുള്ള സെൽസിലേക്ക്. എന്താ പറയുന്നറിയോ? omega 3 നമ്മളെ കോശങ്ങൾ സെൽ മെംബ്രെയിനിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നീർക്കെട്ട് ഉണ്ടാക്കണ്ട, നീർക്കെട്ട് കുറച്ചോ. അതായത് നമ്മളെ ഭയപ്പെടുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ നമ്മൾ വളരെ ഡിസിപ്ലിൻ ആയിട്ട് നിൽക്കും. പഠിക്കുന്ന കാലത്തിൽ അങ്ങനെയല്ലോ, പ്രിൻസിപ്പാളോ ക്ലാസ് ടീച്ചറോ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ശാന്തരായിരിക്കും. പ്രിൻസിപ്പാളും ടീച്ചറും പോയി കഴിഞ്ഞാലാണ് നമ്മൾ യഥാർത്ഥ റൂമുകളിലേക്ക് വരിക. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ omega 3 കറക്റ്റായി വരുന്നതുകൊണ്ട് നീർക്കെട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കുകയാണ്. കാരണം ആ ഇൻഫർമേഷനാണ് മറ്റുള്ള കോശങ്ങൾക്ക് പോയിരിക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവും? ഇൻഫ്ലമേഷൻ കുറയും, അത് നീർക്കെട്ട് കുറയും. ഈ നീർക്കെട്ടുകൾ ഉണ്ടാകുന്നതാണ് എല്ലാവിധ രോഗങ്ങൾക്കും വഴിയുണ്ടാക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസുഖം മുതൽ ഏറ്റവും മാരകമായ അസുഖങ്ങൾ ഉണ്ടാവുന്നത് മുഴുവനും ശരീരത്തിൽ ഉണ്ടാവുന്ന ആന്തരിക നീർക്കെട്ടോ അല്ലെ നീർക്കെട്ടുള്ളതുകൊണ്ട്, ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇൻഫ്ലമേഷൻ കൊടുക്കണമെങ്കിൽ omega 3 ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ്. അതാദ്യം മനസ്സിലാക്കുക, റൈറ്റ്? അപ്പൊ ഇതാണ് omega 3 ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത്. എന്താണ്? നല്ല ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. അതായത് നീർക്കെട്ട് വേണ്ട, ആരോഗ്യത്തോടെ നിന്നോളാം. ഇനി ഇത് നോക്കിയേ, ഇവിടെ എന്താ ചുവപ്പാണ് അധികം കാണുന്നത്. അപ്പൊ omega 3 കുറവും നമ്മളുടെ omega 6 കൂടുതലുമായിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ മെംബ്രെയിനുകൾ നേരത്തെ ഞാൻ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഫ്ലെക്സിബിൾ ആയിരിക്കില്ല, സോഫ്റ്റ് ആയിരിക്കില്ല, റിജിഡ് ആയിരിക്കും, ഹാർഡ് ആയിരിക്കും, ക്രാക്ക് ആവും, അതുവഴിയൊക്കെ എല്ലാ സംഭവങ്ങളും കയറും. അപ്പൊ അങ്ങനെയാകുമ്പോൾ omega 6 കൂടുതലാകുമ്പോഴേക്ക് നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു മെസ്സേജുകളായിരിക്കും റിലീസ് ചെയ്യുക. എന്താ റിലീസ് ചെയ്യുന്നത്? അതായത് omega 3 കുറവും omega 6 കൂടുതലാണ്, അതുകൊണ്ട് നീർക്കെട്ട്, ആന്തരിക നീർക്കെട്ട് ഉണ്ടാക്കുന്നതിന് നമുക്ക് യാതൊരു ഭയവും വേണ്ട. ആ മെസ്സേജാണ് പോകുന്നത്. അപ്പൊ എന്തുണ്ടാവും? എല്ലാ സ്ഥലത്തും ആന്തരിക നീർക്കെട്ട് ഉണ്ടാവാൻ തുടങ്ങും. നീർക്കെട്ടുണ്ടായി കഴിഞ്ഞാൽ അത് മാരക പ്രത്യാഘാതത്തിലേക്ക് പോകും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ക്ലാസ്സിൽ ടീച്ചറുണ്ട്, മാഷുണ്ട്, അതുകൊണ്ട് ഒന്നും അടങ്ങാതെ ഇരുന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, അല്ലെ പ്രശ്നം ഉണ്ടാവും. ഇവിടെ അതാ സംഭവിക്കുന്നത്. omega 6 ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇന്ന് ആരെയും പേടിപ്പിക്കേണ്ട, അതുകൊണ്ട് ധൈര്യത്തോടെ അടിച്ചെങ്കിൽ പൊളിച്ചേക്കാം, അതാണ് പറയുന്നത്. പക്ഷെ അതങ്ങനെ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഇന്റേണൽ ഇൻഫർമേഷൻ omega 3 കുറവ് കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്നത് ഇറ്റ് ഇസ് ദ മെയിൻ കോസ് ഓഫ് ഓൾമോസ്റ്റ് എവറി ഡിസീസ് ഇൻ ദ ബോഡി. ആ താഴെ എഴുതിയിരിക്കുന്ന 2 ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പറ്റുമെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇന്റേണൽ ഇൻഫ്ലമേഷൻ, ആന്തരിക നീർക്കെട്ടാണ് നമ്മളുടെ ശരീരത്തിലെ എല്ലാ അസുഖങ്ങൾക്കുള്ള ഏറ്റവും വലിയ കാരണക്കാരൻ. അപ്പൊ അതുണ്ടാകുന്ന എന്തുകൊണ്ടാണ്? omega 3 കുറവ് കൊണ്ടാണ്. omega 3 കുറവ് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരത്തിൽ omega 3 കുറവ് കൊണ്ട് തന്നെയാണ് പല അസുഖങ്ങൾ ഉണ്ടാവുന്നതും പിന്നീട് നമുക്ക് ഭാവിയിൽ മരുന്നിന്റെ മുകളിൽ കഴിക്കേണ്ടി വരുന്നതും മരുന്ന് ആശ്രയിക്കേണ്ടി വരുന്നതും. എന്നാൽ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള, ദുർഭാഗ്യകരമായിട്ടുള്ള 2 കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്കറിയാം, ഈ സെല്ലിന് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 3 പോഷകങ്ങൾ വേണം: പ്രോട്ടീൻ, വാട്ടർ ആൻഡ് omega 3. അൺഫോർച്ചുനേറ്റ്ലി ഇത് 3 നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ളതില്ല എന്ന് പറഞ്ഞു. ഇന്ത്യൻ കണ്ടീഷനിൽ ഇന്ത്യൻസിന്റെ ശരീരത്തിൽ പ്രോട്ടീൻ 90% ആൾക്കാരുടെ ശരീരത്തിൽ കുറവാണ്. അതേപോലെ omega 3 95% ആൾക്കാരുടെ ശരീരത്തിൽ കുറവാണ്. വെള്ളത്തിന്റെ കണക്കെടുത്തിട്ടില്ല, അത് നോക്കിയാലും ഇത് തന്നെയായിരിക്കും കണക്ക്. കാരണം വെള്ളം കുടിക്കുന്നത് വളരെ വളരെ കുറവാണ്. കുടിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ വെള്ളം കുടിക്കുന്നത് കുറവാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അത്യാവശ്യമായിട്ട് സെൽ മെംബ്രെയിനെ ആരോഗ്യത്തോടെ നിലനിർത്തേണ്ടതും അതിൽ കൂടെ ആന്തരിക നീർക്കെട്ട് ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള സംഭവങ്ങൾക്ക് വേണ്ട 3 പോഷകതത്വങ്ങൾ നമ്മുടെ ശരീരത്തിൽ വേണ്ടതുപോലെ കൊടുക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ പിന്നെ എന്തൊരു സ്ഥിതി? അസുഖങ്ങൾ മാത്രമായിരിക്കും സ്ഥിതി. എന്ത് മരുന്ന് കഴിച്ചാലും ഒന്നും വരാൻ പോകുന്നില്ല, ഒരു മാറ്റം വരാൻ പോകുന്നില്ല. രോഗങ്ങളിൽ നിന്ന് രോഗങ്ങളിലേക്ക് പോകും. കാരണം ഓരോ അവയവങ്ങളിലും ശരീരം മൊത്തം സെൽസ് ആണ്. അപ്പൊ ഈ സെല്ലുകൾക്കെല്ലാം ഇത് ദോഷം ചെയ്യുമല്ലോ. അപ്പൊ പിന്നെ ഏതൊക്കെ അസുഖങ്ങൾ ഏതൊക്കെ വഴി വരും എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, റൈറ്റ്? അപ്പോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മൊത്തം ഒന്നും വായിക്കേണ്ട, ഇത് സയൻസ് വല്ലാതെ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് മനസ്സിലാകുന്ന അത് മാത്രം ഞാൻ പറഞ്ഞുതരാം. ദ കീ ബെനിഫിറ്റ് ഓഫ് omega 3 ഈസ് ദാറ്റ് ഇറ്റ് ഡിക്രീസസ് ഇൻഫ്ലമേഷൻ ഇൻ ദ ബോഡി. ഇതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. നേരത്തെ എന്താ പറഞ്ഞത്? omega 3 കുറഞ്ഞു പോയി, omega 6 കൂടിയത് കൊണ്ട് ഇൻഫ്ലമേഷൻ കൂടി. ആ ഇൻഫ്ലമേഷൻ ആണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അധികം രോഗങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നതെന്ന് വേണം പറയാം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ omega 3 കഴിക്കുന്നതിനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, ആന്തരിക നീർക്കെട്ട് കുറയ്ക്കും. അപ്പൊ ആന്തരിക നീർക്കെട്ട് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? രോഗങ്ങൾ വരാനുള്ള സാധ്യത അവിടെ കുറയുക ചെയ്യുന്നത്. രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് മരുന്ന് കഴിക്കാനുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ മാറി പോകുന്നു എന്നുള്ളതും കൂടിയാണ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, റൈറ്റ്? ഓക്കെ. ഇനി നമ്മളുടെ ഞരമ്പുകൾ, ശരീരം മൊത്തം ഈ എന്താ ഇലക്ട്രിസിറ്റി വയർ പോകുന്ന പോലെ ഞരമ്പുകളുണ്ട്, റൈറ്റ്? അപ്പോ ഈ ഞരമ്പുകളുടെ മെംബ്രെയിനുകൾ മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്ന omega 3 കൊണ്ട് തന്നെയാണ്.
ഓക്കെ, ഇപ്പൊ നെർവ് സെൽസ് എന്ന് പറയുന്നത് ന്യൂറോൺസ്, അങ്ങനത്തെ ലക്ഷക്കണക്കിന് ന്യൂറോൺസ് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയത്. അപ്പം ഈ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു യൂണിറ്റ് ആണ് ന്യൂറോൺ എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പോ പ്രായം കൂടുമ്പോഴേക്ക് എല്ലായിടയ്ക്കും തേയ്മാനം വരുന്ന പോലെ ഇവിടെയും പ്രശ്നങ്ങൾ വരും. അപ്പൊ ആ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം നേടണമെങ്കിൽ അതിന് കുറവാകുന്ന സാധനം കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ഒമേഗ 3 കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പൊ 95% ഇന്ത്യൻസിന്റെ ശരീരത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശരീരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കിയേ. അതിനിപ്പോ ഒരു അസുഖം വന്നിട്ട് നമ്മൾ മരുന്ന് കഴിച്ചാൽ അത് ആന്തരിക നീർക്കെട്ട് വീണ്ടും കൂട്ടുക ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഏതൊരു അവസ്ഥയിലേക്ക് ആ വ്യക്തിയെ എത്തിച്ച് കൊണ്ടുവരുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. പിന്നെ ഓരോ ശരീരത്തിന്റെ അവയവങ്ങൾ മുറിച്ച് മാറ്റപ്പെടുന്നു, അങ്ങനെ പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ശരീരത്തില് ഈ പറയുന്ന ഓരോ മെംബ്രെയിനുകളും ഒമേഗ 3 കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഇത് അത്യന്താപേക്ഷികമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ന്യൂറൽ മെംബ്രെയിൻ സിന്തസിസ്, അപ്പൊ ന്യൂറൽ ഞരമ്പുകളുടെ ആ മെംബ്രെയിനുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ശരീരത്തിൽ ഏത് മെംബ്രെയിൻ ഉണ്ടെങ്കിലും നമുക്ക് അതിനെയൊക്കെ വീണ്ടും വീണ്ടും ഉത്തേജനപ്പെടുത്തി അതിജീവിച്ച് കൊണ്ടുവരാൻ ഈ ഒമേഗ 3 വളരെ ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ പ്രായം തന്നെ നമുക്ക് കാണാൻ അവിടെ പറ്റില്ല എന്ന്. പ്രിമച്വർ ഏജിങ് പോലും നമുക്ക് അവിടെ നിന്ന് പോകുന്നതിന്റെ കാരണം എന്താ? ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ്. എന്താ എഴുതിയിരിക്കുന്ന മഞ്ഞ വര കൊണ്ട് വെച്ചത്? ഒമേഗ 3 ഈസ് ഇൻഡിസ്പെൻസിബിൾ ഫോർ ന്യൂറൽ മെംബ്രെയിൻ സിന്തസിസ്. അപ്പോൾ നമ്മൾ ന്യൂറൽ മെംബ്രെയിന്റെ സിന്തസിസ് നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ അത് വീണ്ടും ഉത്തേജിച്ച് അത് ദോഷപരമായ അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ ആരോഗ്യപരമായ അവസ്ഥയിൽ നിൽക്കണമെങ്കിൽ ഒമേഗ 3 ഈസ് ആൻ ഇൻഡിസ്പെൻസിബിൾ ഫോർ, അത് അത്യാവശ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൺസംഷൻ ഓഫ് ഒമേഗ 3 ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ഹെൽത്തി ആൻഡ് പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ലക്ഷക്കണക്കിന് ന്യൂറോൺ കൊണ്ടുണ്ടാക്കിയതാണ്. ഈ കാണുന്നതൊക്കെ ന്യൂറോൺ ആണ്. ഒരു ന്യൂറോൺ മറ്റേ ന്യൂറോണായിട്ട് അറ്റാച്ച്ഡ് ആണ്. അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് ലക്ഷക്കണക്കിന് ന്യൂറോൺ ശരീരത്തിലുണ്ട്. അതിന്റെ ഒരു ചിത്രം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് ന്യൂറോൺ, റൈറ്റ്? ഇവിടെ നിങ്ങൾക്ക് കാണാം 2 ന്യൂറോൺ ഇവിടെ കാണിച്ചിരിക്കുന്നത്, റൈറ്റ്? ഓക്കെ, ഇവിടെ ഈ ഒരു ന്യൂറോൺ, ഇതിവിടെ ന്യൂറോൺ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ഇലക്ട്രിസിറ്റി വയർ, ഓക്കെ, കോപ്പർ വയർ അല്ലെ അലൂമിനിയം വയർ, അതിന് ഒരു ഇൻസുലേഷൻ ഉണ്ട് മുകളിൽ കൂടെ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഹെൽത്തി നെർവ് സെൽ ഏതാ? ഈ ഇൻസുലേഷൻ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റായി ഇല്ലാതെ ഇരിക്കുന്നതാണ് ഇവിടെ. കണ്ടോ, ഇതെല്ലാം പൊടിഞ്ഞു പോയുണ്ട്. അപ്പൊ ഇത് ഡാമേജ് നെർവ് സെല്ലാണ്. അപ്പൊ ഒമേഗ 3 കുറയുമ്പോൾ ഈ പറയുന്ന ഈ ഇൻസുലേഷൻ പൊടിഞ്ഞു പോകും. ഈ ഇൻസുലേഷൻ എന്തുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്? ഈ ഇൻസുലേഷൻ വെച്ചിരിക്കുന്നത് ഈ ആക്ഷൻ എന്ന് പറയുന്ന സാധനം, ഈ നീല നിറത്തിൽ പോകുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു ഇമ്പൾസ് വന്നാൽ ഈ കൊമ്പ് പോലത്തെ കുറെ സാധനം ഉണ്ടല്ലോ, ഇതിന് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയാ. ഇതാണ് നമ്മൾ ഇമ്പൾസിനെ വലിച്ചെടുത്തിട്ട് ഈ സെൽ ബോഡി വഴി ആക്സണിലേക്ക് വിട്ടത് ഇത് ട്രാൻസ്ഫർ ആയിട്ട് ഈ എൻഡില് സിനാപ്സ് ഉണ്ട്, അതുവഴി ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടാവും, ഇതിലേക്ക് പോകും. അങ്ങനെ ടക്കാന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോ അതിന്റെ സ്പീഡ് കൂടണമെങ്കിൽ ഈ ഇൻസുലേഷൻ പെർഫെക്റ്റ് ആയിരിക്കണം. ഇതുപോലെ ഇൻസുലേഷൻ പോയി കഴിഞ്ഞാൽ ഇതിന്റെ സ്പീഡ് കുറയും. അതാണ് പ്രായം കൂടുമ്പോഴേക്ക് നമുക്ക് സെൻസേഷൻ കുറയുന്നത്. നമ്മൾ ബ്രെയിനിന്റെ ഒക്കെ സെല്ലിനിങ് സംഭവിച്ചിട്ട് നമുക്ക് ഓർമ്മപേശിക്ക് വരുന്നത്. അതിന്റെ എല്ലാം കാരണം തോന്നുന്നില്ല. ചില സമയത്ത് നമുക്ക് ഞരമ്പ് ശരിക്കും വർക്ക് ചെയ്യാത്തതുകൊണ്ട് കൈ പൊങ്ങില്ല, അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫീല് വരത്തില്ല. ഇതിന്റെയൊക്കെ കാരണം ഇതാണ്. ഓക്കെ, അപ്പോ ഈ ഒരു സംഭവം നമുക്ക് റെഡിയാക്കണമെങ്കിൽ അവിടെയും നമുക്ക് ഒമേഗ 3 തന്നെ വേണം. എന്തായിരിക്കുന്നു? ഒമേഗ 3 ഈസ് ഓൾസോ നെസസറി ഫോർ സിന്തസിസ് ഓഫ് ന്യൂ നെർവ് സെൽസ് ആൻഡ് റിപ്പയർ ഓൾഡ് സെൽസ്. പുതുതായിട്ടുള്ള നെർവ് സെല്ലിനെ സിന്തസൈസ് ചെയ്യാനും അതുപോലെ പഴയ നെർവ് സെൽസിനെ റിപ്പയർ ചെയ്യാനും ഒമേഗ 3 വേണമെന്നുള്ളതാണ്. അപ്പൊ എവിടെയെങ്കിലും ഇങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഈ നമ്മൾ കാണില്ലേ അവിടെ ഈ ഇൻസുലേഷൻ പോലത്തെ ഒരു സംഭവം കണ്ടില്ലേ, അതിങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിലയിരുത്തി കൊണ്ടുവരണമെങ്കിൽ, അതിനെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഒമേഗ 3 കഴിക്കണം. ഈ ഇൻസുലേഷൻ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പം മെഡിക്കൽ ടേമിലോ അല്ലെങ്കിൽ സയൻസ് പഠിച്ച കുട്ടികൾക്കോ എല്ലാം, സയൻസ് പഠിച്ച ആൾക്കാർക്കോ ഇതിൽ പറയുന്ന മൈലിൻ ഷീത്ത് എന്നാ പറയുക. ഓക്കെ, ആ മൈലിൻ ഷീത്ത് അങ്ങനെ തന്നെ നിൽക്കണം. അത് പോയി കഴിഞ്ഞാലാണ് പ്രശ്നം വരിക. അപ്പോൾ ഈ മൈലിൻ ഷീത്ത് ഇതുപോലെ നിൽക്കണമെങ്കിൽ നമുക്ക് ഒമേഗ 3 കറക്റ്റ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഡൽട്ട് പ്രായം കൂടുമ്പോൾ ന്യൂറോജെനസിസ്, വീണ്ടും ന്യൂറോൺസ് ഉണ്ടാവണമെങ്കിൽ ഈ ഒമേഗ 3 അത്യന്താപേക്ഷികമാണ്. പഴയ സെൽസിനെ റിപ്പയർ ചെയ്യാനും പുതിയ സെൽസിനെ സിന്തസൈസ് ചെയ്യാനും ഒമേഗ 3 ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്, റൈറ്റ്? അപ്പോൾ ഇവിടെ പറഞ്ഞെന്താ? സെൽ മെംബ്രെയിൻ ഓഫ് നെർവ് സെൽസ് ആർ ഓൾസോ മെയ്ഡ് ഓഫ് ഒമേഗ 3. അപ്പോ ഒമേഗ 3 കൊണ്ടാണ് എല്ലാ മെംബ്രെയിനും ഉണ്ടാക്കി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, സെൽ മെംബ്രെയിൻ മാത്രമല്ല എല്ലാവിധ മെംബ്രെയിനും, ഇവിടെ നെർവ്സിന്റെ ഇതും ന്യൂറോൺസിന്റെ. അപ്പൊ എങ്ങനെയാകുമ്പോൾ ചുരുക്കത്തിൽ ഇതിന്റെ കുറവുണ്ടെങ്കിൽ ശരീരത്തിന്റെ കംപ്ലീറ്റ് ഘടന തന്നെ മാറിപ്പോകും എന്നുള്ളതിന് യാതൊരു സംശയവും ആർക്കുണ്ടാവില്ല. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു സെൽ മെംബ്രെയിൻ ഒരു ഗേറ്റ് കീപ്പറിനെ പോലെ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് നല്ല ഹെൽത്തി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ അകത്തോട്ടേക്ക് അനാരോഗ്യപരമായിട്ടുള്ളതോ അല്ലെ ടോക്സിൻസിനോ അത് കയറ്റത്തില്ല. ഒരു ഗേറ്റ് കീപ്പറിനെ പോലെ നിൽക്കും. എന്നിട്ട് ആ സെല്ലിനെ എപ്പോഴും ആരോഗ്യമുള്ളതാക്കി വെക്കും.
അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് പ്രായം തോന്നിക്കത്തില്ല, നമുക്ക് അസുഖം വരത്തില്ല, നമ്മുടെ ഓർഗൻസിന് ഡാമേജ് വരത്തില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അവിടെ, റൈറ്റ്. പക്ഷേ ഈ ഒമേഗ 3 നമ്മുടെ ശരീരത്തിൽ 1% കുറവുണ്ടെങ്കിൽ നമുക്ക് വല്ലാതെ ക്ഷീണവും വല്ലാതെ തളർച്ചയും അതുപോലെ നമ്മളെ എനർജി ലെവൽ വല്ലാതെ കുറഞ്ഞു പോവുകയും അതുപോലെ നമുക്ക് പലതും ചെയ്യണമെന്നൊക്കെ തോന്നും, പക്ഷെ നമുക്ക് ചെയ്യാൻ ഉള്ള ആ ഒരു ആസക്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെയ്യാനുള്ള സ്റ്റാമിന കാണത്തില്ല. അതുപോലെ തന്നെ നമ്മളുടെ ജോയിന്റ്സുകളിലൊക്കെ അസാമാന്യ വേദനയും മസിൽസ് ഒക്കെ വല്ലാതെ വേദനിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് 1% കുറഞ്ഞാൽ, ഒമേഗ 3 നമ്മുടെ ശരീരത്തിൽ 1% കുറഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യം. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കണം, ഇത് കൂടുതൽ കുറഞ്ഞാൽ എന്തിരിക്കും അവസ്ഥ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 95% ഓഫ് ഇന്ത്യൻസ് ലാക്ക് എഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഒമേഗ 3 ഇൻ ദർ ബോഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഇവിടെ രോഗങ്ങൾ വരാതിരിക്കുവോ അല്ലെ വന്നുകൊണ്ടിരിക്കുവോ? ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, നൗ ഹൗ ഈസ് ഒമേഗ 3 ബെനിഫിഷ്യൽ ഫോർ us? ഇപ്പൊ ഒമേഗ 3 പറ്റിയുള്ള സ്ട്രക്ചർ, കമ്പോണന്റ്, അത് എന്തുകൊണ്ട് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമുക്കിത് എങ്ങനെ ബെനിഫിഷ്യലായി വരും നമുക്ക് നോക്കാം. ഇനി ഓരോ പോയിന്റ് വെച്ച് നിങ്ങൾ എഴുതണം. നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഓരോ പോയിന്റ് വെച്ച് എഴുതുക. പോയിന്റ് നമ്പർ 1. അങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ശരീരത്തിൽ ഇത് ചെയ്യാത്തത് എന്താ ഉള്ളത്. ഇറ്റ് ഡസ് എവറിഥിങ് വാട്ട് എ person requires and what is needed for a person to be healthy. അതാണ് അബ്സല്യൂട്ട് ക്ലിയർ പിക്ചറാണ്. ഒമേഗ 3 നോക്കിയേ എന്താ ചെയ്യുന്നത്? നമ്പർ 1 പോയിന്റ്, ഇറ്റ് കീപ്സ് ദ ഹാർട്ട് ഹെൽത്തി. നമ്മൾ ഹൃദയത്തിനെ വളരെ ആരോഗ്യപരമായിട്ട് സംരക്ഷിച്ചു. സീ ദാറ്റ്. ഏറ്റവും അധികം ജനങ്ങൾ ഇവിടെ ഹൃദ്രോഗികളാണ് നമ്മുടെ നാട്ടിൽ, റൈറ്റ്. ചില ആൾക്ക് ബൈപ്പാസ് നടക്കുന്നു, എൻജിയോപ്ലാസ്റ്റി നടക്കുന്നു, എൻജിയോഗ്രാം ചെയ്യുന്നു, എന്തിനു പറയുന്നു, ആജീവനാന്തം മരുന്ന് കഴിക്കുന്നു, ബ്ലോക്കുകൾ കൂടുന്നു, ബ്ലോക്കുകൾ വെട്ടുന്നു, അങ്ങനെ എന്തെല്ലോ തലങ്ങും പലങ്ങും നടക്കുന്നുണ്ട്. പക്ഷെ ഹാർട്ടിന് ഇതെല്ലാം പ്രശ്നം ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ ഒമേഗ 3 കറക്റ്റായി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല. ക്ലിയർ. നമ്പർ 2, നമ്മുടെ കൊളസ്ട്രോൾ ശരീരത്തിൽ, പ്രത്യേകിച്ച് ചീത്ത കൊളസ്ട്രോൾ കൂടുക ചെയ്യുന്നത്, LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അത് കൂടുതലുള്ള പ്രശ്നമാണത്. അപ്പോൾ ആ കൂട്ടുന്നതിനെ, ആ ബാഡ് കൊളസ്ട്രോളിനെ കൂട്ടുന്നതിനെ ഇത് കുറയ്ക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ ട്രൈഗ്ലിസറൈഡ്സിനെയും ഇത് നിർത്തും. അപ്പോൾ LDL ആൻഡ് ട്രൈഗ്ലിസറൈഡ്, അത് LDL ആൻഡ് TG, അതിൻ്റെ കയറ്റം അത് കുറയ്ക്കുകയും ചെയ്യും. അതേപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ മറുവശത്ത് നമ്മൾ ഇതിന്റെ കൂടെ ഇപ്പോൾ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ കൊക്കോയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇറ്റ് റെഡ്യൂസസ് LDL ആൻഡ് ഇൻക്രീസസ് HDL. അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഈ ന്യൂട്രിചാർജ് വെജൊമയും കൂടി കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളുകളും ട്രൈഗ്ലിസറൈഡും ഗണ്യമായിട്ട് കുറയുന്നു. അതിന്റെ മറുവശത്ത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അതായത് നല്ല പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കൂടുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ നമുക്ക് കാണാം. ഇതുണ്ടോ, ഇത് മുകളിലത്തെ രക്തധമനിയാണ്, വളരെ സുഗമമായിട്ട് രക്തം ഒഴുകിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് അവിടെ ഒരു ബ്ലോക്ക് വന്നത്. കണ്ടോ, ഇങ്ങനെയാണ് പല ആൾക്കാർക്കും 1 ബ്ലോക്ക്, 2 ബ്ലോക്ക്, 3 ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത്. ഈ ബ്ലോക്ക് വന്നപ്പോഴെന്തായി, ഈ രക്തത്തിന്റെ ഒഴുക്കിനെ അത് തടസ്സം ആയി വന്നു. അപ്പൊ പ്രഷറായി. ഇവിടെ നിന്ന് പ്രഷർ, ഇപ്പൊ രക്തം എവിടുന്നാ വരുന്നത്? ഇങ്ങോട്ടേക്ക് ഹൃദയത്തിനാണ് വരുന്നത്, അല്ലെ. ഹൃദയം പമ്പ് ചെയ്തിട്ട് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇത് ഫുള്ളായിട്ട് അങ്ങനെ പോകില്ല. അപ്പൊ നമ്മൾ കണ്ടില്ല, ചില സമയം ബ്ലോക്ക് ആയിട്ടുള്ള ബാത്റൂമിലേക്ക് അതിന് വെള്ളം തിരികെ വരുന്ന പോലെ കാണാം. അപ്പൊ ഇത് തിരിച്ചങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഒരു തരം. അപ്പോൾ ചുരുക്കത്തിൽ എന്ത് പറ്റും? ഹൃദയത്തിന്റെ ആഫ്റ്റർ ലോഡ് ഉണ്ടല്ലോ, അതായത് അങ്ങോട്ട് തള്ളിവിടുന്ന ലോഡ്, ആഫ്റ്റർ ലോഡ്, അത് വല്ലാതെ അങ്ങ് കൂടും. ഇനി അപ്പുറത്തുനിന്ന് രക്തം വളരെ കുറവേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഹൃദയം വലിച്ചെടുക്കുന്നതിന്റെ ഇടയ്ക്കും രക്തമില്ല ആവശ്യത്തിന്. അപ്പൊ അവിടെയും പ്രഷർ കൂടി. അപ്പൊ പ്രീലോഡും കൂടി. പ്രീലോഡും ആഫ്റ്റർ ലോഡും ഒറ്റയടിക്ക് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും ഓവർ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. പിന്നെ പ്രോട്ടീൻ ഇല്ലാത്തതുകൊണ്ട് ആ വ്യക്തിയുടെ ശരീരത്തിൽ മസിൽസ് ഇല്ല. അപ്പൊ മസിൽസ് ഇല്ലെങ്കിൽ ശരീരത്തിൽ ഇങ്ങനെ ചുളുങ്ങിയതുപോലെ ശരീരം കാണുന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റുന്ന മസിൽസേ ഉള്ളൂ. ഹൃദയത്തിന്റെ മസിൽ കണ്ടിട്ടില്ലല്ലോ, നമുക്ക് കാണാൻ പറ്റും. ഹൃദയത്തിന്റെ മസിൽ ഇല്ല. പക്ഷെ പ്രോട്ടീന്റെ കുറവുണ്ടെങ്കിൽ ആ കാർഡിയക് മസിൽസും വീക്ക് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പ്രീലോഡ് ആഫ്റ്റർ ലോഡ് കൂടുകയും ചെയ്യുക. കാർഡിയക് മസിൽസ് വീക്ക് ആകുന്ന സമയത്തായിരിക്കും ഒഴുത്തും കത്തം അങ്ങനെ തന്നെ പോകുന്നത്. ഹാർട്ട് അറ്റാക്ക് എല്ലാം സംഭവിച്ചു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ ഇത്രയും പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് വേണ്ടതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ, അതിന്റെ കൂടെ എന്ത് കഴിക്കാൻ പാടില്ല, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യ ശ്രീമാൻ ആൻഡ് ശ്രീമതികൾ 100%. ഇതാ ഇങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കും നോക്കി, സിമെന്റ് ഇട്ട് ആരോട് കോൺക്രീറ്റ് ചെയ്ത പോലെ ധമനികൾ. അപ്പൊ എന്താണ്, ഈ ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, ധമനികൾ വളരെ ഫ്ലെക്സിബിൾ ആണ്. ഇപ്പൊ നോക്കിയാൽ രക്തം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നില്ല, അല്ലാതെ കണ്ടിന്യൂസ് ഓരോ സെക്കൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഇല്ലാത്ത സമയമില്ല, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ ഇളകുന്നില്ലല്ലോ. ഇത്രയും ഫോഴ്സിൽ രക്തം ഇങ്ങനെ അടിമുട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ശരീരത്തിൽ. പക്ഷെ നമ്മളിങ്ങനെ ഇതിനൊക്കെ ഇങ്ങനെ ഇളകുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ ഫ്ലെക്സിബിളും അതിന്റെ ഷോക്ക് അബ്സോർബർ കപ്പാസിറ്റി പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ ഇത് റിജിഡും ഹാർഡുമായി കഴിഞ്ഞാൽ, ഇങ്ങനെ ഫാറ്റ് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ അത് സോഫ്റ്റ്നെസ് എല്ലാം പോകും. അപ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്.
മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് സംഭവം. അപ്പം ഇങ്ങനെ ഇത് അടിഞ്ഞുകൂടുമ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി പോകുന്നു, അവിടെ നീർക്കെട്ട് വരാൻ തുടങ്ങും. ഇൻഫ്ലമേഷൻ, ആന്തരിക നീർക്കെട്ട്, നേരത്തെ പറഞ്ഞെടുത്ത് എത്തി നമ്മൾ, അത് വലിയ ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, യാതൊരു സംശയമുണ്ട്. പിന്നെ പറയുന്നത് രക്തത്തിന്റെ ആ ഫ്ലോ, ഇത് ഓക്കെ, ഇപ്പൊ ഇതിന്റെ അകത്തൊക്കെ കൊളസ്ട്രോൾ ഒക്കെ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ആ സുഗമമായിട്ട് ഒഴുകുന്ന രക്തം ഒരുമാതിരി ടർബിഡായി മാറും, അല്ലെ? ഒരുമാതിരി ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ ഉരുക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തിക്നെസ് ആയിട്ട് വരുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ. അതായത് ഫ്ലൂയിഡ് ആയിട്ട് കറക്റ്റ് ആയിട്ടില്ല, ഒരു ഈ തണുപ്പ് കാലത്ത് ഒരു ഫുള്ളായിട്ട് ഐസ് ആയിട്ടുമില്ല, എന്നാൽ വെള്ളം ഇല്ലാത്തൊരു അവസ്ഥ, ഒരു കൊഴുകൊഴുപ്പ് പോലെ അങ്ങനെ വരും. അങ്ങനെ ആകുമ്പോഴേക്കും ഇതിന്റെ ഫ്ലോ വല്ലാതെ അങ്ങോട്ട് കുറയും. ഫ്ലോ വല്ലാതെ കുറഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടിരിക്കും. അപ്പൊ എങ്ങനെയായിരുന്നു സ്റ്റോക്ക് ആകുന്നു, പിന്നെ ബൈപ്പാസ് ചെയ്യുന്നു, പിന്നെ ബ്ലഡിനെ തിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പല മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യമൊക്കെ പണ്ടൊക്കെ ഒരു ടൈപ്പ് മരുന്നേ കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പൊ അതിൻ്റെ അകത്ത് ആഡ് ഓൺ ചെയ്ത് പലതരത്തിലുള്ള മരുന്നുമായി വരാൻ തുടങ്ങി. അപ്പൊ ആ മരുന്നുകളൊക്കെ ആജീവനാന്തം കൊടുക്കുന്നത് രക്തത്തിനെ മാത്രം തിന്ന് ചെയ്യുന്ന ഒരു സാധനം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, സാധാരണ ഒരു പ്രശ്നമില്ലാത്തൊരു വ്യക്തിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ബ്ലഡ് തിന്നേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷെ അയാൾ കൂളായിട്ട് ജീവിക്കുന്നില്ലേ? പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ബ്ലഡ് തിന്നറായിട്ട് കൊടുക്കുന്നത്. ബ്ലഡ് തിന്നറായി കൊടുക്കുമ്പോൾ ഈ ധമനികൾ കൂടെ ഇത് പോകുമ്പോൾ എന്തായാലും അവിടെയും ഇതിനെ ബാധിക്കുമെന്നുള്ളതിന് സംശയമില്ലല്ലോ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണാം ചില സമയത്ത് ഇന്റേണൽ ബ്ലീഡിങ്, അല്ലെങ്കിൽ അങ്ങനത്തെ മൂക്കിൽ കൂടെയൊക്കെ രക്തം വരുന്ന കാണാം, ഇങ്ങനത്തെ ഇതൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റിൽ അത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് പറയും ഇത് കാർഡിയോ വാസ്കുലർ, അതായത് ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള മരുന്ന് കഴിക്കുന്നതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് ലെവലായി പോകും. പക്ഷെ ഇതിനൊക്കെ നമുക്ക് പരിഹാരമായിട്ട് ആ നീർക്കെട്ടിനെ മാറ്റാനും ഇങ്ങനത്തെ പ്രശ്നമെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കഴിക്കാൻ എന്തുകൊണ്ടാണ് നമ്മൾ മടിച്ചു പോകുന്നതെന്ന് മാത്രമേ ഇവിടെ ചോദിക്കാനുള്ളൂ. ഓക്കെ, അപ്പോ നേരത്തെ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞില്ലേ ഞാനിവിടെ, ഈ 3-4 കാര്യങ്ങൾ, ഇതങ്ങ് കുറഞ്ഞാൽ തന്നെ എന്താ സംഭവിക്കുക? നമ്മളെ ശരീരത്തിലെ പ്രഷർ അങ്ങ് കുറയാൻ തുടങ്ങും. കാരണം ഒഴുക്ക് നല്ല സുഗമമാകും. ഈ പ്രഷർ കൂടുന്നപ്പോഴാ ഇങ്ങനത്തെ ബ്ലോക്ക് വരുമ്പോഴേക്കും സുഗമമായിട്ട് ഈ ചിത്രത്തിൽ കാണിച്ച പോലെ, മുകളിലത്തെ ചിത്രത്തിൽ കാണിച്ച പോലെ രക്തത്തിന് ഒഴുക്ക് തടസ്സപ്പെടുമ്പോഴാണല്ലോ പ്രഷർ ബിൽഡപ്പ് ആകുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ കുറയും omega-3 കറക്റ്റ് ആയിട്ട് കഴിച്ചാൽ. കാരണം ഈ പറഞ്ഞ സാധനങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യില്ല, എല്ലാം ക്ലിയർ ആകും. അപ്പൊ ധമനികളൊന്നും അടഞ്ഞു പോകത്തില്ല, അവിടെ ഈ പ്ലാക്ക് പോലത്തെ സിമെന്റ് കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത പോലെ ഒന്നും ഉണ്ടാവത്തില്ല, നീർക്കെട്ടുണ്ടാവില്ല. അതുകൊണ്ട് സുഗമമായിട്ട് രക്തം ഒഴുകും. അതാണ് ഒമേഗ കഴിച്ച് കഴിഞ്ഞാൽ പ്രഷർ കുറയുന്നത്. അതുപോലെ തന്നെ സ്ട്രക്ചറൽ വീക്കനിങ് ഓഫ് ഹാർട്ട്, പ്രായം കൂടുമ്പോഴേക്കും ഹാർട്ടിന്റെ സ്ട്രക്ചറിന് വരുന്ന ആ ഒരു വ്യതിയാനമുണ്ടല്ലോ, അത് അതിഭയാനകമായിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ കറക്റ്റായിട്ട് പ്രോട്ടീൻ PVMFOA കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രോട്ടീനു വേണ്ടി പ്രോട്ടീൻ കിട്ടുന്നു, അതുകൊണ്ട് മസിൽസ് അവിടെ നിലനിൽക്കുന്നു, നമുക്ക് വൈറ്റമിൻസ് മിനറൽസ് കിട്ടുന്നുണ്ട്, അങ്ങനത്തെ മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ omega-3 കിട്ടുന്ന ആന്റി ഓക്സിഡന്റ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ ഒരു ഗാമ ഓർസിനും കൂടി ചേർക്കുമ്പോൾ ആന്റി ഓക്സിഡന്റ് പവർ കൂടി. അങ്ങനെയാകുമ്പോൾ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് ഹൃദയത്തിന്റെ ആ സ്ട്രക്ചറിന് വരുന്ന വീക്ക്നെസ് അത് കാണുന്നത് വളരെ ദുർലഭമായിരിക്കും. അതുകൊണ്ട് ഏത് പ്രായത്തിലും വളരെ ചുറുചുറുക്കൂടെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താണ്, സഡൻ ആയിട്ട് വരുന്ന ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് അത് വളരെയധികം കുറയും. omega-3 reduces the risk of sudden heart attack. പെട്ടെന്ന് കണ്ടില്ലേ പല ആൾക്കാർ പെട്ടെന്ന് നിന്നിടയ്ക്ക് ഹാർട്ട് അറ്റാക്കായി മരിച്ചു, പെട്ടെന്ന് നിന്ന് ഹാർട്ട് അറ്റാക്കായി മരിച്ചു, എല്ലാം കേട്ടില്ലേ നമ്മൾ. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നതാണ്, ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ SP വെങ്കടേഷ് എന്ന് പറഞ്ഞ ഒരു സംഗീത സംവിധായകൻ രാവിലെ എണീറ്റു, ഹാർട്ട് അറ്റാക്കായി മരിച്ചു, രാത്രി ഉറങ്ങുമ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇത് omega-3 കഴിച്ചാൽ കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന സഡൻ ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് അധികവും, ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത് ഈ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ രാവിലെ ഉറങ്ങിയണിക്കുന്ന ആ സമയത്തൊക്കെയാണ് സംഭവിക്കുക. അത് omega-3 കഴിക്കുമ്പോൾ കുറയ്ക്കുമെന്ന് ഒരു വലിയ പുസ്തകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡോക്ടേഴ്സിനൊക്കെ ഇത് നല്ലോണം അറിയുന്ന പുസ്തകമാണ്. കാരണം അവര് ഇതിനെ ഒരു വലിയ ഗ്രന്ഥമായിട്ട് ഇതിനെ കണക്കാക്കുക. അതാണ് ലാൻസെറ്റ്. ആ ലാൻസെറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് എ ബ്രിട്ടീഷ് ജേണൽ. അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് omega-3 കറക്റ്റായിട്ട് നമ്മൾ വേണ്ടതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ സഡൻ ഹാർട്ട് അറ്റാക്കിന്റെ ചാൻസസ് കുറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ഒരു കാലത്ത് സംഭവിച്ചു, അതിനുശേഷം നമ്മൾ ഈ omega-3 കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സെക്കൻഡ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വീണ്ടും ഗണ്യമായിട്ട് കുറയ്ക്കുമെന്ന് അടുത്തൊരു സ്റ്റഡിയെ സിമൺസ് കോളേജ് ഓഫ് ബോസ്റ്റൺ നടത്തിയ സ്റ്റഡിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഡോക്ടർമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും പെട്ടെന്ന്. പക്ഷെ നമ്മൾ ഇത് മനസ്സിലാക്കിയാൽ ഇത്ര മതി. കാരണം ഇതൊക്കെ ഈ omega-3 ഇങ്ങനത്തെ ഗുണങ്ങളൊക്കെ ചെയ്യുമെന്ന് പല പുസ്തകങ്ങളിലും പോലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കിയാൽ മതി. മെഡിക്കൽ ബുക്കിൽ പോലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. അതുപോലെ തന്നെ നമ്മളെ ജോയിന്റ്സിന്, നമ്മളെ ഓരോ സന്ധികളെയും വളരെ ഹെൽത്തി ആക്കി വെക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി സന്ധിയിൽ ആരോഗ്യമില്ലാത്തതാണ് വേറൊരു ഭയാനകമായിട്ടുള്ള പ്രശ്നം.
അതിനു വേണ്ടിയിട്ട് വേദന വരുമ്പോൾ വേദന സമാരികയും, വേദന സമാരികയ്ക്കുമ്പോൾ ആ അസ്ഥികളിലുള്ള മിനറൽസ് ഉള്ളതും അങ്ങ് പോവും. അപ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളാവും. പിന്നെ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വയറിന്റെ അകത്തുനിന്ന പ്രശ്നങ്ങൾ അത് വേറെ. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റു പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ചെയ്യുന്നത്. സോ ഒമേഗ 3 കറക്റ്റായി കേൾക്കുമ്പോൾ ജോയിന്റിന്റെ ആരോഗ്യം നിലനിർത്തും. അതേപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി. നമ്മളെ ചെറുപ്പകാലത്ത് എങ്ങനെയാണ് നമ്മൾ മുട്ട് മടക്കിയത്, നിവർത്തതും ശരീരം കൊണ്ട് എന്തൊക്കെ ചെയ്തിരുന്നോ അതൊക്കെ നമുക്ക് കുറച്ച് പ്രായം മുന്നോട്ട് പോകുമ്പോഴും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ജോയിന്റ്സ് ഒക്കെ വളരെ എജൈൽ ആയിരിക്കും, വളരെ ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. വേദന അങ്ങനത്തെ ഒന്നും നമുക്ക് അനുഭവം ഉണ്ടാവില്ല. സാധാരണ ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ വല്ലാതെ വേദനയായിട്ട് കുറച്ചു നേരം അവിടെ നിൽക്കും. എന്നിട്ട് കുറച്ച് ശ്വാസം എടുത്തതിന് ശേഷം പിന്നെ കയറും. പിന്നെ അപ്പോൾ മുട്ടുവേദന എടുക്കുന്നു, ഇരിക്കാൻ മേല, നിൽക്കാൻ മേല, ഇങ്ങനത്തെ എല്ലാം പ്രശ്നം നടക്കുന്നുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് മാറും. പിന്നെ ഇവിടെ കണ്ടു, ഇതാണ് നമ്മുടെ ശരീരത്തിലെ എല്ലുകളെ ദ്രവിപ്പിച്ച് കളയുന്നൊരവസ്ഥ. ഓക്കെ, അപ്പം നമ്മുടെ ഒമേഗ 3 കറക്റ്റായി കഴിഞ്ഞാൽ നമ്മൾ എല്ലുകളെ ബ്രിട്ടലായി പോകുന്നത്, അതായത് പെട്ടെന്ന് തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനിൽ വരുന്നത്, അതാവാതെ കാത്തു സൂക്ഷിക്കും. ഇവിടെ നോക്കി 2 എല്ലുകളാണ്, ഒരു എല്ലിനെയാണ് 2 രൂപ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഹെൽത്തി ബോൺ. അപ്പൊ ഇവിടെ കൊലാജനൊക്കെ വളരെ തിക്കായിട്ട് പോപ്പുലേറ്റഡ് ആണ്, ഇങ്ങനെ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാൽഷ്യം ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇത് നല്ല തിക്കാ. നല്ലൊരു അടിയെല്ലാം കിട്ടിയാലോ വീണാലോ ഇത് അങ്ങനെ പുളിയത്തൊന്നുമില്ല. പക്ഷെ ഇവിടെ നോക്കിയേ ദ്വാരങ്ങൾ സംഭവിച്ചു. എല്ല്, ഇതേ എല്ല് ഇങ്ങനെയായി മാറി, വല പോലെയായി മാറി. അതിനെ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ എല്ല് തന്നെയാണ്, പൊറോസിസ് എന്ന് പറഞ്ഞാൽ ദ്വാരങ്ങളാണ്. അപ്പൊ എല്ലിൽ ഇങ്ങനെ ദ്വാരങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെറുങ്ങനെ ഒരു പ്രഷർ കിട്ടുമ്പോഴേക്കും അത് ഒടിഞ്ഞു. അങ്ങനെയാണ് പല പ്രായമുള്ള ആൾക്കാരോട് പറയാറ്, ഒറ്റക്കെണീറ്റ് നടക്കരുത്. കാരണം വീണ് കഴിഞ്ഞാൽ പിന്നെ ഫ്രാക്ചർ എല്ലാം സംഭവിക്കുക, മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയിരിക്കും, പല സ്ഥലങ്ങളിൽ നിന്ന് പൊട്ടിപ്പോകും. അപ്പോൾ ഈ ബ്രിട്ടിൽ ആവാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന നമ്മൾ ബേസിക് ആയിട്ടുള്ള ന്യൂട്രിഷൻ കൊടുത്തേ മതിയാവത്തുള്ളൂ. എന്നാൽ മാത്രമേ അത് ആരോഗ്യത്തോടെ നമുക്ക് നിലനിർത്താൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്തായാലും ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ നോർമൽ ഷുഗർ ലെവൽ, ഈ അബ്നോർമൽ ആയിട്ട് നിൽക്കുന്ന ഷുഗർ ലെവൽ ഉണ്ട്, അതിനെ നോർമൽസിലേക്ക് കൊണ്ടുവരാനും ഇത് വളരെയധികം സഹായിക്കും. അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചത് ഡൈജസ്റ്റ് ഒക്കെ ആയിട്ട് ലാസ്റ്റ് ഗ്ലൂക്കോസ് ഉണ്ടായി, ഗ്ലൂക്കോസ് എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലേക്ക് പോകാൻ തുടങ്ങും. ഓക്കെ, ഇതിങ്ങനെ പോയി 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 അവിടെ അതാണ് നിങ്ങൾ കാണുന്നത്, ഒരു തരം വയലറ്റ് നിറത്തിലുള്ള അത്. ഓക്കെ, വയലറ്റ് കുറെ ഗോളികൾ ഇങ്ങനെ കാണുന്നുണ്ട് രക്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, അങ്ങനെ ഗ്ലൂക്കോസിന്റെ ലെവൽ ബ്ലഡിൽ ഇങ്ങനെ കൂടി 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 നോർമലിന്റെ അപ്പുറത്തേക്ക് ഏകദേശം എത്തും എന്നുള്ള സിറ്റുവേഷൻ വരുന്നതിന്റെ മുമ്പേ തന്നെ ഇവിടെ നിന്ന് കഴിയാന്നറിയോ, അതിനെ നോർമൽസിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇതിനെ കൂടി കൂടി ഓവറായി പോകുമല്ലോ. ഓവറായി പോയാലും എന്തോ അതിന് ഡയബറ്റിക് എന്നല്ലേ പറയും. അപ്പൊ നോർമലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഫുഡിന്റെ ഗ്ലൂക്കോസ് എത്തുന്ന മുറയ്ക്ക് തന്നെ നമ്മൾ പാൻക്രിയാസ് നിന്ന് ഇൻസുലിൻ വരാൻ തുടങ്ങും. അതാണ് ഇവിടെ ഒരു പച്ച നിറത്തിലോ ഒരു ലൈറ്റ് ഗ്രീൻ കളർ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇൻസുലിൻ കൂടി വരുമ്പോഴേക്ക് ഇവൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ രക്തത്തിൽ വേണ്ട ഗ്ലൂക്കോസിന്റെ ലെവലിനെ നോർമൽ ആക്കിക്കൊണ്ട് അധികം വരുന്നതിനൊക്കെ അത് ഇങ്ങനെ അധികമല്ല, സോ വാട്ട് എവർ ഇറ്റ് ഈസ് കമ്മിങ് അപ്പാർട്ട് ഫ്രോം വിച്ച് ഈസ് റിക്വയർഡ് ബൈ ദ ബ്ലഡ്, ഇത് എടുത്തിട്ട് ശരീരത്തിന്റെ പല അവയവങ്ങളിലേക്കും ഇതെത്തിക്കും. അതുകൊണ്ട് എന്തായാലും നമ്മൾ വളരെ റിലാക്സ് ആയി വളരെ എനർജറ്റിക് ആയി മാറും. പല ആൾക്കാരും പറയില്ലേ, ബട്ട് വിഷന്നിട്ട് കൈ കാലൊക്കെ ഇങ്ങനെ വിറച്ചു തുടങ്ങി. അതിന്റെ കാരണം ഇതാ. അപ്പൊ ഇത് കഴിക്കുമ്പോഴേക്കും എല്ലാം കറക്റ്റായി വരും. കാരണം ഇൻസുലിൻ പ്ലേസ് എ ബിഗ് റോൾ. അപ്പോൾ ഇത് നമ്മളുടെ ഈ ഒമേഗ 3 കഴിക്കുമ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് പരിഹാരം കിട്ടും. കാരണം എന്താ പറയുക, ഇത് നമ്മൾ ഇൻസുലിന്റെ സിക്രീഷൻ കൂട്ടുന്നു, ഉൽപാദനം കൂട്ടും, അതുപോലെ അതിന്റെ എഫക്റ്റീവ്നെസ്സും വല്ലാതെ കൂട്ടും. പിന്നെ ചിലർക്ക് ഉണ്ടാവും ഇൻസുലിൻ വന്നിട്ടുണ്ടാവും, പക്ഷെ മനസ്സിലാവത്തില്ല ഇൻസുലിൻ ഞാൻ എന്താ ചെയ്യേണ്ടതും ശരീരത്തിന് മനസ്സിലാകും എന്താ ചെയ്യേണ്ടത്, ഒരു അപരിചിതനെ പോലെ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് വന്നത് കൊണ്ട് ഗുണമില്ലാതെ. അപ്പൊ അത് ഇങ്ങനത്തെ 3-4 കാര്യങ്ങൾ ഇതെല്ലാം ഒമേഗ 3 ഉണ്ടെങ്കിൽ കവറപ്പ് ചെയ്ത് പോകുന്നതാണ്. അതുപോലെ തന്നെയാണ് ചർമ്മത്തിനെ വളരെയധികം സോഫ്റ്റ് സ്കിൻ ആക്കി മാറ്റും, വളരെ സപ്പിളായിരിക്കും, നല്ല തിളക്കമുള്ളതും നല്ല ആരോഗ്യമുള്ള ചർമ്മമാക്കി മാറ്റും. അതുകൊണ്ട് പ്രായം തോന്നിക്കത്തില്ല, ചുളിവുകൾ ഉണ്ടാവില്ല, നല്ല തിളക്കമായിരിക്കും. ഏത് പ്രായത്തിലും നമുക്ക് സ്കിന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രായം പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, റൈറ്റ്. പിന്നെ ഇതുണ്ടോ ഇങ്ങനത്തെ അൺടൈംലി റിങ്കിൾസ് ഒന്നും കാണത്തില്ല. അപ്പൊ അതിൽ ആ നടുവിലത്തെ ഫേസും സൈഡിലത്തെ ഫേസ് നോക്കി ഒരേ മുഖമാണ്, അതിൽ റിങ്കിൾസ് വെച്ചിട്ട് റിങ്കിൾസ് ഇല്ലാത്ത സിറ്റുവേഷൻ നോക്കി എത്രമാത്രം മാറ്റമാണ് ആ മുഖത്ത് തന്നെ അവിടെ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ഒമേഗ 3 കുറവും അതിൻ്റെ കൂടെ മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ട്, പ്രോട്ടീന്റെ കുറവും ഉണ്ട്, വൈറ്റമിൻസിന്റെ കുറവ്, മിനറൽസിന്റെ കുറവ്, അതായത് PVMF കുറവ് തന്നെയാണ് മെയിനായിട്ട്. പക്ഷെ അതിൽ ഒമേഗ 3 പ്ലേസ് എ വെരി ബിഗ് റോൾ അപ്പാർട്ട് ഫ്രം പ്രോട്ടീൻ ആൻഡ് ഓൾ. പിന്നെ നോക്കി ഒമേഗ 3 സാധാരണഗതിയിൽ മുടി ഇങ്ങനെ ചകിരി പോലെ ഡ്രൈ, ആബ്സല്യൂട്ട്ലി ലൈഫ്ലെസ്. അപ്പോൾ നമ്മളൊരു കോമ്പൊക്കെ വെക്കുമ്പോഴേക്ക് പൊടിഞ്ഞു പോവുക, പൊട്ടി ഇങ്ങനെ വരിക, കോമ്പ് നിറച്ച് മുടിയാകുക, അതിൽ കൈവിരൽ ഇങ്ങനെ ഒടിച്ച് വിരലുകളൊക്കെ ഇങ്ങനെ മുടി വരിക. ഇത് ഒമേഗ 3 കുറവ് കൊണ്ട് സംഭവിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ സ്കാൽപ്പ് ഉണ്ട്, തലയോട്ടിയിൽ ഇങ്ങനെ ഡ്രൈ സ്കിന്നായിട്ട് ഉണങ്ങിയിട്ട് ഇങ്ങനെ പൊളിഞ്ഞു വരും. അതിന് നമ്മൾ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്, താരൻ. അതിന് നമ്മൾ എന്ത് തേച്ചു കഴിഞ്ഞാലും വലിയ ഗുണമൊന്നും ചെയ്യില്ല. കാരണം അതിന് ബേസിക് എന്താണോ അതിനു വേണ്ടിയാണ് ചെയ്യേണ്ടത്.
ഇപ്പൊ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു എന്നൊക്കെ പറയുമ്പോൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നത് പണ്ട് കുറെ കാലങ്ങളായിട്ട് ഏതൊക്കെയോ ഉണ്ടല്ലോ. അതിനെന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് കെമിക്കലല്ലേ വച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വെക്കുമ്പോഴേക്ക് തൽക്കാലം നിങ്ങൾ അത് പുരട്ടുമ്പോൾ അതിനൊരു ഒരു ഒരു വ്യത്യാസം കാണും. പക്ഷെ ബേസിക് ഇൻഗ്രീഡിയന്റ് ശരീരത്തിൽ കുറവ് തന്നെയാണ്. അപ്പൊ ഇത് വീണ്ടും തിരിച്ചു തന്നെ വരും. അപ്പൊ ഇതിനെ നമ്മൾ ഒതുക്കണം. ഇതിനെ ഒതുക്കണമെങ്കിൽ ആ ഒമേഗ 3യുടെ കുറവ് തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോൾ പറയാറുണ്ട് ഇങ്ങനത്തെ പൊറ്റകൾ പോലെ കണ്ടില്ലേ, ഒരുമാതിരി ഇങ്ങനെ ചൊറിയുമ്പോൾ ഇങ്ങനെ വെളുത്ത് വെളുത്ത് ഇങ്ങനെ പൊറ്റ ഇങ്ങനെ പറന്നു വരും. അത് ചെയ്യുമ്പോൾ അതിൽ കൂടെ മുടിയും പൊളിഞ്ഞു വരും. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറയാന്ന് വെച്ചാൽ നമ്മളെ ന്യൂട്രിചാർജ് S5 ന്യൂട്രിചാർജ് വെജോമൊക്കെ പൊട്ടിച്ച് ഒരുമിച്ച് തേച്ച് തവിടെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് തലയിൽ നല്ലോണം ഒന്ന് പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചെറുപയർ പൊടി കൊണ്ടോ അല്ലെങ്കിൽ സാധാ താളി കൊണ്ടോ അങ്ങ് കഴിക്കഴിഞ്ഞാൽ വണ്ടർഫുൾ റിസൾട്ട് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ മുടി നല്ല ബലമുള്ള മുടിയായിരിക്കും, നല്ല ഘനമുണ്ടാവും. പെട്ടെന്ന് പൊടിഞ്ഞൊന്നും പോലെ നോക്കി ഈ മുടിയും ഇവിടെ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ മുടിയും നേരത്തെ കണ്ട മുടിയും തമ്മിൽ നോക്കി എന്തോ വ്യത്യാസമാണ്. നോക്കി നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് മുടി വേണമെന്നാണ് തോന്നുന്നത്? ഇതോ അല്ലെങ്കിൽ ഇതോ? ഇത് രണ്ടിന്റെ നടുക്ക് വേറൊരു മാർഗമുണ്ട് ഈ സാധനം. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളതാണല്ലോ ഇവിടെ തെളിയിക്കുന്നത്. ഓക്കെ, പിന്നീടുള്ളത് ശരീരത്തിലെ കൊഴുപ്പ്, അനാരോഗ്യമായിട്ടുള്ള കൊഴുപ്പുകൾ കുറയ്ക്കാൻ ഈ ഒമേഗ 3 സഹായിക്കുമെന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ റിസംബ്ലൻസ് ഇത്രയും നല്ലൊരു പിക്ചർ വേറെ കൊടുക്കാനില്ല ഇവിടെ. കാരണം ഈ ശരീരം ഇങ്ങനെയായത് ശരീരം ആരോഗ്യപരമായി നീങ്ങിയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ ജീൻസിന്റെ സൈസ് ആയിരുന്നു അവർ അരക്കെട്ട്. അത്രയും അരക്കെട്ടുള്ള ഒരാളാണ് ഇങ്ങനെ കുറഞ്ഞു 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 വന്നിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് ചുമ്മാതെ സാർ കാണിച്ചതല്ലേ എന്ന് തോന്നുമായിരിക്കും. പക്ഷേ ഇങ്ങനെ സംഭവിക്കും വേണ്ടതുപോലെ ചെയ്താൽ, പറഞ്ഞതുപോലെ ചെയ്താൽ. അതിന് കുറച്ച് എന്താണ് പറയുക, ഒരു നമ്മളെ സത്യപ്രതിജ്ഞ ചെയ്യാന്നൊക്കെ പറയില്ല, അതുപോലെയൊക്കെ ശരിക്കും ഒരു സ്ട്രോങ് വിൽ പവറോടെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതെല്ലാം ചെയ്യും. ഇതുവരെ എനിക്ക് എന്തെല്ലാം ഞാൻ കഴിച്ചിരുന്നോ അതിന് പല സാധനം ഞാൻ ഒഴിവാക്കും. എക്സസൈസ് ഞാൻ മുടങ്ങാതെ ചെയ്യും. അങ്ങനെയൊക്കെ കൃത്യസമയത്ത് ഉറങ്ങും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. ഇല്ലെങ്കിൽ ഇത് സംഭവിക്കുന്ന ആളെ നമ്മൾ നോക്കിയിരിക്കും, നമ്മൾ അവർക്ക് വേണ്ടി കൈയടിക്കും, നമ്മളിങ്ങനെ രോഗിയായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. അതാണ് സംഭവം. പിന്നെ പെൺകുട്ടികളിലും സ്ത്രീകളും പ്രത്യേകിച്ച് ആർത്തവം നടന്നുകൊണ്ടിരിക്കും പീരീഡ്സ് ഉള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഈ ഹോർമോൺ വ്യതിയാനം ഇൻബാലൻസ് വല്ലാതെ അതുകൊണ്ടാണ് ഇവർ ഭയങ്കര പെട്ടെന്ന് ഇറിറ്റേഷൻ വരുന്നത്, ദേഷ്യം കാണിക്കുന്നത്, പെട്ടെന്ന് വളരെ സാഡ്നെസ്സിലേക്ക് പോകും. അതുപോലെ തന്നെ ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴേക്ക് പെട്ടെന്ന് അത് ഡിപ്രഷനിലേക്ക് വരെ പോകുന്ന സംഭവമുണ്ട്. അപ്പൊ ഈ ഹോർമോൺ വ്യതിയാനത്തിന് ഒമേഗ 3 ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. അതല്ല, ഇതിനേക്കാൾ നല്ല ചിത്രം തരാനില്ല. ഒമേഗ 3 ഹെൽപ്സ് ഇൻ ബാലൻസിങ് ഓഫ് ഹോർമോൺസ്. പെർഫെക്റ്റ് ആയിട്ട് ഹോർമോൺ ബാലൻസ് ചെയ്യും ഒമേഗ 3 കൃത്യതയോടെ കഴിച്ചാൽ. പിന്നെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കി പല മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥ ഒമേഗ 3 കൃത്യമായിട്ട് കഴിച്ചാൽ ഉണ്ടാവില്ല. അതിലെ ചില രോഗങ്ങളുടെ പേര് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഈ രോഗങ്ങൾ മുഴുവനും നിങ്ങൾ കൃത്യമായിട്ട് ഒമേഗ 3 കഴിച്ചാൽ മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവാം. ഐ ഡിസോർഡേഴ്സ്, കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നല്ലതാണ്. ആസ്തമ, വലിവ് അതിന് നല്ലതാണ്. ഇതൊക്കെ നീർക്കെട്ട് കൊണ്ടുണ്ടാകുന്ന, ശരീരത്തിൽ നീർക്കെട്ട് കൊണ്ട് വരുന്ന അസുഖങ്ങൾ ഏതൊക്കെ? പിന്നെ ഡയബറ്റീസ്, പ്രമേഹം, കൊളൈറ്റിസ് ആൻഡ് ക്രോൺസ് ഡിസീസ്, ഇത് ആമാശയ പിന്നെ കുടൽ സംബന്ധമായിട്ടുള്ള വലിയ പ്രശ്നമാണിത്. അതേപോലെ തന്നെ ഇൻഫെക്ഷൻ, ഓക്കെ. പിന്നെ ഇഞ്ചറി, എന്തെങ്കിലും മുറിവ് സംഭവിച്ചാൽ ചില ആൾക്ക് പെട്ടെന്ന് ഉണങ്ങത്തില്ല, അത് പഴുത്ത് വല്ലാതെ പ്രശ്നങ്ങളിലേക്ക് പോകും. അതൊക്കെ ഇവിടെ കൗണ്ടർ ചെയ്യും. സോറിയാസിസ്, പിന്നെ ഒബേസിറ്റി, അമിതമായ തടി, പൊണ്ണത്തടി, പിന്നെ ആർത്രൈറ്റീസ് ആൻഡ് ജോയിന്റ് പെയിൻ, എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ക്യാൻസർ പോലത്തെ സംഭവങ്ങൾ. കാരണം ക്യാൻസർ വരുന്ന കോശങ്ങളാണ്. അത് കോശങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ക്യാൻസറാണ് സാധ്യത. അപ്പോൾ അതിനെയൊക്കെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഒമേഗ 3 വളരെയധികം സഹായിക്കുമെന്ന് പറയുമ്പോൾ അത് ആശ്ചര്യമായി തോന്നുന്നുണ്ടെങ്കിൽ അത് ആശ്ചര്യമല്ല, അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിയാണ്. കൃത്യമായിട്ട് കഴിക്കുക, ഈ പറയുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും നമുക്ക് ഇല്ലാതെയാവും. അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു ഞാൻ ആ പ്രസന്റേഷനിൽ നിങ്ങൾക്ക് കാണിച്ചത്. റൈറ്റ്, ഓക്കെ. അതേപോലെ ഒമേഗ 3 ഏറ്റവും അധികം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തൈറോയിഡ്. എന്ത് പറഞ്ഞാൽ സാറേ തൈറോയിഡാണ് സാർ, അതുകൊണ്ട് എനിക്ക് ഇത് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ തൈറോയിഡിനെ പോലും നമുക്ക് അകറ്റി നിർത്താൻ പറ്റും ഒമേഗ 3 കൃത്യമായിട്ട് കഴിച്ചാൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള, വാദസംബന്ധമായിട്ടുള്ള അതിഭീകരമായ വേദനകൾ, ഈ ജോയിന്റ്സ് ഒക്കെ സ്റ്റിഫായിട്ട് മടക്കാൻ പറ്റാത്തൊരവസ്ഥ, മടക്കുമ്പോഴൊക്കെ വല്ലാതെ പെയിൻ വരിക, ഇതിങ്ങനെ ഇങ്ങനെ ഒരുമാതിരി വികൃത രൂപത്തിലേക്ക് നമ്മളുടെ നഖം നമ്മളുടെ കൈവിരലുകളും കാൽവിരലുകളും കാലിന്റെ അസ്ഥികളൊക്കെ സംഭവിക്കുമ്പോൾ ഒമേഗ 3 ഒരു ലോങ് ടേം യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പരിഹാരം നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഓക്കെ. അതേപോലെ തന്നെ മൈഗ്രെയിൻ ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട് ഇപ്പോൾ. കാരണം ഒന്നാമത് ടെൻഷൻ വല്ലാതെ, എല്ലാവർക്കും അമിതമായിട്ടുള്ള സമ്മർദ്ദത്തിൽ കൂടിയാണ് പോകുന്നത്. അത് നേരത്തെ ഞാൻ പറഞ്ഞത്, ഇവിടെ ആരും ചിരിക്കുന്നില്ല എന്നുള്ളത്. കുറച്ചാൾക്കാരാണ് വീഡിയോയിൽ വന്നത്, അവര് കുറച്ച് സീരിയസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ സീരിയസ് ആയിട്ട് എഴുതുന്നുണ്ടാവും, കേൾക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കണം. ബാക്കിയുള്ളവർ വീഡിയോയിൽ ഇല്ലാത്തവർ ഏത് കണ്ടീഷനിലുള്ള നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്,
എന്ത് കണ്ടീഷനിലാണെങ്കിൽ ശരി, നിങ്ങൾ ചിരിക്കുക, സന്തോഷിക്കുക, മാക്സിമം ആനന്ദിക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ സങ്കടപ്പെട്ടിരുന്നിട്ട് ദുഃഖിച്ചിരുന്നുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ വഷളാവാന്നല്ലാതെ അതിൽ കൊണ്ടൊരു പരിഹാരം കിട്ടത്തില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നെങ്കിൽ ഈ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കാരണം മാറുമോ? എന്നിട്ട് നാളെ നിങ്ങൾക്ക് സന്തോഷം കിട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെന്താ വേണ്ടത്? ഫോർഗെറ്റ് ഇറ്റ്. നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ മാത്രം ഇതിനെപ്പറ്റി ചിന്തിക്കുക. മാറ്റാൻ പറ്റാത്തതാണെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുക്കുക, നമ്മൾ മുന്നോട്ട് നീങ്ങുക. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ. ഇത് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കി എടുക്കണം. ഇല്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. യു കനോട്ട് മൂവ് ഫോർവേഡ് മാൻ. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ. അങ്ങനെ ആയി, എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷനിലായി, ആകെ ഒരു മാതിരി വിഭ്രാന്തിയായി, പിന്നെ എന്തൊക്കെയോ ആയി. ദാറ്റ് ഇസ് ഗോൺ. സോ കണ്ടിന്യൂസ്ലി omega-3 കഴിക്കുമ്പോൾ ഈ ഡിപ്രഷൻ പോലും കുറഞ്ഞു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ഓക്കെ. സോ ഇനി അടുത്ത ചോദ്യം. അയ്യോ, ഇത്രയും ഗംഭീരമായ സാധനമാണ് ഇല്ലേ? ഇത് എവിടെ നിന്നാണ് സാറേ കിട്ടുക? ഫ്രോം വേർ വിൽ വി ഗെറ്റ് omega-3? എവിടെ നിന്ന് കിട്ടും? നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് ശരീരത്തിൽ ഉണ്ടാകാറില്ല, ഉൽപ്പാദിക്കപ്പെടുന്നില്ല. അതേപോലെ തന്നെ ഭക്ഷണത്തിൽ കൂടെ അത് കിട്ടുന്ന, പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഫുഡ് ആണെങ്കിൽ സാധ്യതകൾ വളരെ കുറവായി പോവുകയാണ് ചെയ്യുന്നത് അവിടെ. കാരണം ഇത് ഫിഷിലാണ് കൂടുതൽ ഉണ്ടാകുക. ഓക്കെ. അപ്പോൾ ആ ഫിഷ് എന്നെല്ലാം പറഞ്ഞാൽ കടലിൽ കിട്ടുന്ന മറൈൻ ഫിഷാണ്. വലിയ 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 കഷ്ണങ്ങളാക്കി മുറിച്ച് കഴിക്കുന്ന ഫിഷ് അല്ല, ചെറു മത്സ്യങ്ങളാണ് ഇത് അധികം ഉണ്ടാകുക. അപ്പൊ അങ്ങനെ കഴിക്കുന്ന ആൾക്കാർക്ക് omega-3 കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. പക്ഷേ മത്സ്യം കഴിക്കുന്ന ആള് പോലും എല്ലാ ദിവസവും മത്സ്യം കഴിക്കത്തില്ല, ഒന്ന്. രണ്ടാമത്, കിട്ടുന്ന മത്സ്യം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഫോർമാലിനിലും അമോണിയയിലും ഇട്ട് വരുന്നത്, അതുകൊണ്ട് അതും പറയാൻ പറ്റത്തില്ല, ഒന്ന്. രണ്ടാമത്, ഇന്ത്യയിൽ എല്ലാവരും ഫിഷ് കഴിക്കുന്നില്ലല്ലോ. അപ്പൊ ഫിഷ് കഴിക്കാത്തവർക്ക് ഇതെങ്ങനെ കൊടുക്കും? അതൊരു ചോദ്യമല്ലേ. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഇതൊരു സുഖമില്ലാത്ത ഒരവസ്ഥയാണ്. പക്ഷെ എന്നാലും നോൺ വെജിറ്റേറിയൻസിന്റെ ശരീരത്തിൽ കുറച്ചെങ്കിലും കാണും വെജിറ്റേറിയൻസിനേക്കാളും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ വെജിറ്റേറിയൻസ് ഫിഷ് കഴിക്കാത്തതുകൊണ്ട് അവർക്ക് omega-3 വേണ്ടെന്നുണ്ടോ? ഇല്ല, ശരീരമാണ്, അവർക്ക് എന്തായാലും വേണമല്ലോ, എല്ലാവർക്കും വേണമല്ലോ. സോ വാട്ട് ഈസ് ടു ബി ഡൺ? അപ്പൊ എങ്ങനെയാണ് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ലഭിക്കാവുന്ന omega-3 നമുക്ക് എവിടുന്ന് കൊടുക്കാൻ പറ്റും? ഡെയിലി വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും നമുക്ക് omega-3 കൊടുക്കണം. അത് നമ്മൾക്ക് എവിടുന്ന് ലഭിക്കും എന്നുള്ള ചോദ്യമാണ്. അത് നമുക്ക് ലഭിക്കാനുള്ള ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, സപ്ലിമെന്റ് ചെയ്യുക എന്നല്ലാതെ വേറെ ഒരു മാർഗമില്ല. യു നീഡ് ടു സപ്ലിമെന്റ് ഇറ്റ് from an external source for omega-3. Simple. Okay. അപ്പോ ഈ പറയുന്നത് ഈ omega-3 സപ്ലിമെന്റ് നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്നത് വിചാരിക്കും. ഓക്കെ. omega-3 സപ്ലിമെന്റേഷൻ ആയിട്ട് കഴിക്കുക. ഓക്കെ. ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആയിട്ട്. പക്ഷെ ആ സപ്ലിമെന്റും രണ്ടുപേർക്കും കൊടുക്കാൻ തക്കതായിരിക്കണ്ടേ? വെജിറ്റേറിയൻസിന് കൊടുക്കുന്നത് നോൺ വെജിറ്റേറിയൻസ് രണ്ടുപേരും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സപ്ലിമെന്റ് ആയിരിക്കണ്ടേ അത്? അപ്പൊ അതെവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. So where will one get vegetarian omega-3? That is a very big question. കാരണം എന്താ അറിയോ, ഇതിന്റെ അകത്തുള്ള omega-3 ഓയിൽ ഒരുപക്ഷെ വെജിറ്റേറിയൻ ആയേക്കാം. പക്ഷെ അതിന്റെ വെളിയിലത്തെ ഷെൽ ഉണ്ടല്ലോ, അത് വെജിറ്റേറിയൻ അല്ല. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നതും വിദേശത്ത് കിട്ടുന്ന പലതും. അതുകൊണ്ട് എന്താ സംഭവിക്കുക, നമുക്കിത് ഒരു വെജിറ്റേറിയന് സധൈര്യം കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഒന്നെങ്കിൽ ഇത് ജലാറ്റിൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്, എല്ലിന്റെ പൊടി കൊണ്ട്. അപ്പോൾ അത് നാച്ചുറലി നോൺ വെജിറ്റേറിയൻ മാറിയില്ല ഇത്. സോ ഓക്കെ, യു സേ ദാറ്റ് ഇറ്റ് ഇസ് എ വെജിറ്റേറിയൻ വൺ. അപ്പോ നമുക്ക് ഇനി എന്താണ് മാർഗം ഈശ്വര? കാരണം അങ്ങനെ പറഞ്ഞതിലും അതിന്റെ ഷെല്ല് നോൺ വെജിറ്റേറിയൻ ആണ്, എല്ലിന്റെ പൊടി കൊണ്ട് ഉണ്ടാക്കിയ ജലാറ്റിൻ ആണ്. സോ യു കനോട്ട് ഗിവ് ഫോർ വെജിറ്റേറിയൻസ്. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യും? നമ്മള് നേരത്തെ പല 10-20 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഈ പ്രസ്ഥാനത്തിലോട്ടേക്ക് വന്നതുകൊണ്ട്, ഇതിൽ കൂടെ നമ്മളുടെ കൂടെ ചേർന്ന കുറെ പ്രസ്ഥാനങ്ങൾ വന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ കൈപ്പടിയിൽ എത്താൻ വളരെ സുഗമമായി എന്നുള്ളതാണ്. ഇനി വേറൊരാൾക്ക് ഇത് എത്തിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഒരു നിമിത്തമായിരിക്കണം. നമ്മളുടെ കൈ കൂടി ഇത് പോകത്തുള്ളൂ, ഇത് വേറെ എവിടെയും കിട്ടത്തില്ല. കാരണം ഈ ഒരു പ്രൊഡക്റ്റ്, ഞാൻ പറയാൻ പോകുന്ന പ്രൊഡക്റ്റ്, ഇത് പാറ്റന്റ് ചെയ്യപ്പെട്ടതാണ്. ഇന്ത്യയിൽ മീ ടു ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ഒരു കമ്പനിക്ക് വേണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല. അതാണ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ. എന്തോ സംഭവം, വെളിയിൽ നിന്നും വെജിറ്റേറിയൻ, അകത്ത് നിന്നും വെജിറ്റേറിയൻ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ന്യൂട്രിചാർജ് വെജ് ഒമേഗ ഈസ് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് വെജിറ്റേറിയൻ omega-3. ഇനിയിപ്പോ ഞാനിത് പറഞ്ഞു, ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് വെജിറ്റേറിയൻ omega-3. ഹൗ ക്യാൻ യു സേ ദാറ്റ് എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ചുമ്മാതെ കാറ്റത്ത് വെടിവെച്ചതോ അല്ല ചുമ്മാതെ അങ്ങ് പറഞ്ഞതൊന്നുമില്ല, അത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ. സോ ലെറ്റ് us see what it is. ഓക്കെ. ഇതിന്റെ ഷെൽ ഉണ്ടാക്കിയിരിക്കുന്ന കെരാഗിനാൻ എന്ന് പറയുന്ന കടലിന്റെ അടിത്തട്ടിൽ തന്നെ കാണപ്പെടുന്ന ഒരുതരം ചെറിയ ചെടികളാണ്. അതിന്റെ ജ്യൂസ് കൊണ്ടാണ് ഇതിന്റെ ഷെൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വെളിയിലെത്തതും വെജിറ്റേറിയനായി. അകത്തുള്ളത് ഫ്ലാക്സ് സീഡ് നിന്നാണ് എടുത്തിരിക്കുന്നത്. ഫ്ലാക്സ് സീഡ് എന്തുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്? ഫ്ലാക്സ് സീഡ് ആണ് വെജിറ്റേറിയൻ ഘടകത്തിൽപ്പെട്ട ഏറ്റവും അധികം നമുക്ക് omega-3 ലഭിക്കുന്ന ഒരു സംഭവം. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് എടുത്തിരിക്കുന്നു. അപ്പൊ രണ്ടും വെജിറ്റേറിയനായി.
അപ്പോൾ ഫ്രം ഔട്ട്സൈഡ് ആൻഡ് ഫ്രം ഇൻസൈഡ് ബോത്ത് ഇറ്റ് ഈസ് പ്യൂർലി വെജിറ്റേറിയൻ, റൈറ്റ്? ഓക്കെ, ഇത് മോഡേൺ ആൻഡ് ഇതെന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ പറഞ്ഞത് എന്താണ്? ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് വെജിറ്റേറിയൻ omega-3 ഈസ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ. അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഇത് മോഡേൺ ആൻഡ് പാറ്റന്റ് ടെക്നോളജി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാറ്റന്റ് ടെക്നോളജി, ഇതാർക്കും ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ മാർക്കറ്റിൽ അങ്ങനത്തെ കിട്ടത്തില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി പറയാം ഞങ്ങളത് വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞാൽ അവരോട് പറയണം, പക്ഷേ ഉള്ളിലത്തെ എണ്ണ വെജിറ്റേറിയൻ ആയിരിക്കാം, പക്ഷെ ഷെല്ല് വെജിറ്റേറിയൻ ആണോ? അല്ല. കാരണം എന്താ? അവരുടെ ക്യാപ്സൂൾ മുഴുവനും സോഫ്റ്റ് ജെൽ ക്യാപ്സൂളാണ്. സോഫ്റ്റ് ജെൽ ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ജലാറ്റിൻ ക്യാപ്സൂൾ. ജലാറ്റിൻ ഈസ് എല്ലുപൊടി. സോ നമ്മളത് എന്താണ്? വെജ് സോഫ്റ്റ് ക്യാപ്സൂളാണ്, വെജിറ്റേറിയൻ സോഫ്റ്റ് ക്യാപ്സൂൾ. സോ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. അതാദ്യം മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ന്യൂട്രിചാർജ് വെജ് ഒമേഗ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പറയണം അവർ ക്യാപ്സ്യൂൾ ഈസ് വെജിറ്റേറിയൻ സോഫ്റ്റ് ക്യാപ്സ്യൂൾ. തെറ്റിയിട്ട് സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു പോലും അതോടെ അതിന് കൊലപാതകം ചെയ്ത പോലെയാവും. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ നമ്മൾ ഏതാണ്? വെജിറ്റേറിയൻ സോഫ്റ്റ് ക്യാപ്സ്യൂൾ, വെജ് സോഫ്റ്റ് ക്യാപ്സ്യൂൾ, അല്ലാതെ സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂൾ അല്ല. വെരി വെരി ക്ലിയർ. ഇത് മാറി പറഞ്ഞു കഴിഞ്ഞാലല്ലോ തീർന്നു, അവിടെ കഥം കഹാനി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കരാഗ്നാൻ കൊണ്ടുണ്ടാക്കിയതാണ്, അപ്പുറത്ത് ഇപ്പുറത്തേക്ക് വെജിറ്റേറിയൻ. Now, it is important to understand some facts about omega-3. omega-3 പറ്റി കുറച്ച് ഫാക്ട്സ്, ചില സത്യാവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കും. എന്തുവാ നമുക്ക് നോക്കാം. ഓക്കെ, വളരെ ഈ omega-3 ഓയിൽ ഉണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ ഈ സ്പൂണിൽ തവിടെണ്ണ കുടിക്കുന്ന പോലെ കുടിക്കാനാവില്ല. കാരണം എന്താ? ഇത് എൻവയൺമെന്റുമായിട്ട് ഇതിന്റെ ആ അറ്റാച്ച്മെന്റ് വരുമ്പോൾ അതാകെ കേടായി പോകും. അപ്പൊ ഒരു omega-3 ഒരു കുപ്പി കൊണ്ടുവന്ന് വിചാരിക്കുക, നിങ്ങൾ ഒരു കുപ്പി ഓയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 1-2 ഡോസ് മാത്രമേ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ കുടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നീട് കഴിക്കുന്നത് ആ omega-3 ഓയിൽ മുഴുവനും കേടായിരിക്കും. കാരണം എൻവയൺമെന്റുമായിട്ട് അതിനെ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് റാൻസിഡ്, ഇറ്റ് ബിക്കംസ് ടോട്ടലി അൺഹൈജീനിക് ആൻഡ് അൺഹെൽതി. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെന്ത് ചെയ്തു? എൻകാപ്സുലേറ്റഡ് ഇൻ എ ക്യാപ്സ്യൂൾ. ഒരു ക്യാപ്സ്യൂളിനകത്ത് ഈ എണ്ണ ഒഴിച്ച് ടൈറ്റ് ചെയ്തു. അപ്പോൾ അറ്റ്മോസ്ഫിയറായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ, ഒന്നുമില്ല. റൈറ്റ്? ഓക്കെ. പിന്നെ അടുത്തത്, ഇതിൻ്റെ അകത്ത് ടോട്ടൽ ഒമേഗ 420 ആണ്. പക്ഷേ നമ്മുടെ omega-3 ഈസ് 250 മില്ലിഗ്രാം. ഓക്കെ, 250 മില്ലിഗ്രാം ആണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒന്ന് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ വെറും 250 മില്ലിഗ്രാമേ കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങൾ വിദേശത്തെല്ലാം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം omega-3 ക്യാപ്സ്യൂള് 1000 മില്ലിഗ്രാമിൻ്റെയാണ് ഇറക്കുക. കാരണം എന്താണെന്നറിയോ? പുരുഷന് ഒരു ദിവസം വേണ്ടത് 1500 മില്ലിഗ്രാമും സ്ത്രീക്ക് 1000 മില്ലിഗ്രാമും വേണ്ടത്. അപ്പോൾ വിദേശത്തുള്ളവര് പുരുഷന്മാർ ഒന്ന് കഴിക്കും, പുരുഷന്മാർ 2 കഴിക്കും, സ്ത്രീകൾ 1 കഴിക്കും. അങ്ങനെയാണ് എൻ്റെ സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് മിനിമം 3 ഒരു ദിവസം കഴിക്കണം. അതായത് ഓരോ ഭക്ഷണത്തിന് ശേഷവും ഓരോന്നെങ്കിലും കഴിക്കണം. ഇഫ് യു ആർ നോർമൽ, വലിയ കുഴപ്പമൊന്നുമില്ല, അസുഖങ്ങളില്ല, യു ആർ ഹെൽത്തി, നിങ്ങൾക്ക് എന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, യുവർ ബോഡി ഈസ് അബ്സല്യൂട്ട്ലി ഹെൽത്തി. അങ്ങനത്തെ ആൾക്കാർക്ക് മിനിമം 3 ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 1, ലഞ്ച് കഴിഞ്ഞിട്ട് 1, ഡിന്നർ കഴിഞ്ഞിട്ട് 1. പക്ഷേ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അസുഖങ്ങളുണ്ട്, ചില അസുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരം വളരെയധികം പൊണ്ണത്തടി ഉള്ളതും വളരെ ഒബീസ് ആയിട്ടുള്ള ശരീരമാണ്, നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാകുമ്പോൾ അത് ഓരോ അവസ്ഥകൾ അനുസരിച്ചിട്ട് ഇതിന്റെ ഡോസ് കൂട്ടേണ്ടി വരും എന്നുള്ളതാണ്. മാക്സിമം 6 വരെ കൊടുത്തിട്ടുണ്ട്, കഴിക്കുന്ന ആളുണ്ട്, കഴിച്ചുകൊണ്ട് റിസൾട്ട് വന്ന ആളുണ്ട്. മാക്സിമം 6 വരെ പോകാം. അപ്പൊ ഇങ്ങനെയാണ് റിസൾട്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ സാധാരണഗതിയിൽ 1 ഞാൻ കഴിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ വിനീതമായ അഭ്യർത്ഥനയാണ്, പ്ലീസ് ചേഞ്ച് ഇറ്റ് ടു 3 ഓർ സ്റ്റോപ്പ് ഇറ്റ്. ഇല്ല നാളെ പോയി സാർ omega-3 ഞാൻ ഒരു കൊള്ളായി കഴിക്കുന്നത്, ഒന്നും കാണാനില്ല കേട്ടോ. എന്ത് കാണാനുണ്ടോ? നിങ്ങൾ എന്താ കഴിച്ചിരിക്കുന്നത്? അച്ചാർ കഴിക്കുന്നല്ലേ കഴിച്ചിരിക്കുന്നത്? ഓക്കെ, സോ സീ ദാറ്റ് യു ആർ ടേക്കിംഗ് എഡിക്വേറ്റ് ഡോസ്. വേണ്ടത്ര കഴിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു 8 ഇഡ്ഡലി കഴിക്കുന്ന ആളാന്ന് വിചാരിക്കുക, ഞാൻ നിങ്ങൾക്ക് ഒരു 2 ഇഡ്ഡലി എന്നാലോ നിങ്ങൾ എന്നെ തല്ലി ഒരു പരുവത്തിലേക്ക് കളിയില്ല. അതുപോലെ ഇവിടെ 250 നിങ്ങൾ കഴിക്കുന്നു, അപ്പൊ ഞാൻ തല്ലണ്ടേ? അപ്പൊ അന്നേരം ചെയ്യേണ്ടത് ഓപ്റ്റിമൽ ഡോസ് ഈസ് റിക്വയർഡ്. ഓപ്റ്റിമൽ ഡോസ്, അതാണ് എഡിക്വേറ്റ് ക്വാണ്ടിറ്റി, ശരിയായ അളവ്. ഇല്ലെങ്കിൽ കാര്യമൊന്നുമില്ല, ശരിയായ അളവില്ലെങ്കിൽ കാര്യം ഉണ്ടാകും. ഇത് ആദ്യം പറഞ്ഞേക്കാം. ഇത് omega-3 കാര്യമല്ല, ന്യൂട്രിചാർജ് വെജ് ഒമേഗയുടെ കാര്യം മാത്രമല്ല പറഞ്ഞേക്കുന്നത്. എല്ലാം അങ്ങനെയാണ്, ശരിയായ അളവിൽ തന്നെ ചെയ്യണം. എല്ലാം ഒരു 10 മാർക്കിന്റെ ചോദ്യത്തിന് 5 മാർക്കിന്റെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് 5ന്റെയും താഴെ കിട്ടത്തുള്ളൂ, 10 കിട്ടത്തില്ല. ശരിയായ അളവിൽ എഴുതിയിട്ടില്ല അതുകൊണ്ട്. സോ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? പിന്നെ അടുത്ത പോയിന്റ്, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, omega-3 ഒരു കാരണവശാലും ചൂടാക്കാൻ പാടില്ല. അതുകൊണ്ട് ന്യൂട്രിചാർജ് വെജ് ഒമേഗ
ചൂട് ചായയുടെ കൂടെ, ചൂട് പാലിന്റെ കൂടെ, ചൂട് കാപ്പിയുടെ കൂടെ, ചൂട് വെള്ളത്തിന്റെ കൂടെ ഒന്നും കഴിക്കാൻ പാടില്ല. സാധാ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറിലെ വെള്ളത്തിലോ അല്ലെ ചായയിലോ കാപ്പിയിലോ കുടിക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി ഹീറ്റഡ്. അത് മാത്രമല്ല, ഈ ന്യൂട്രിചാർജ് വെജുമേ കൊണ്ടുവച്ചിട്ട് ഏതെങ്കിലും ഒരു ചൂടുള്ള സ്ഥലത്ത് വെക്കുക, അല്ലെങ്കിൽ വെയിലടിക്കുന്നിടക്ക് വെക്കുക, അങ്ങനെ ഒന്നും വെക്കാൻ പാടില്ല. മേടിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ, ഇപ്പൊ വണ്ടർ വേൾഡിൽ നിന്ന് വണ്ടർ വേൾഡ് ക്യൂക്കുന്നൊക്കെ മേടിച്ച് പോകുമ്പോൾ ചില സ്കൂട്ടറെ ഡിക്കിയിലിട്ടിട്ട് അങ്ങ് പറഞ്ഞിട്ട് അത് രാവിലെ മേടിച്ച് വെച്ചായിരിക്കും, വീട്ടിലെത്തുമ്പോഴേക്കും അത് ഒരു പരുവത്തിലായിട്ടുണ്ടാവും. ഇത്രയും ചൂട് അത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കഴിക്കുന്നത് വിഷമായി മാറുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. ക്ലിയർ? അത് മനസ്സിലാക്കുക. ഓക്കെ. കാരണം എന്താണെന്നറിയാമോ? ചൂടാകും തോറും അതിന്റെ omega-3 നശിച്ചുകൊണ്ടേയിരിക്കും. ഇറ്റ് വിൽ ബി ഡിസ്ട്രോയിഡ്. അത് മാത്രമല്ല, ഇത്രയും നേരം ഞാൻ omega-3യുടെ എന്തെല്ലാം ഗുണം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നേരെ റിവേഴ്സ് ഗിയറിലേക്ക് പോകുന്നു. റിവേഴ്സ് ഗിയറിലേക്ക്. കാരണം ഇത് ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് നമ്മളുടെ ഫ്രീ റാഡിക്കൽസിന്റെ ഉൽപാദനം കുറയ്ക്കുന്നു. ഫ്രീ റാഡിക്കൽസിന്റെ ഉൽപാദനം കുറയ്ക്കുമ്പോൾ നീർക്കെട്ടുകൾ ഉണ്ടാക്കുന്നത് കുറയ്ക്കുന്നു. നീർക്കെട്ടുകൾ കുറയ്ക്കുമ്പോൾ കോശങ്ങൾക്കും ശരീരത്തിനും അത് കേടുപാടുണ്ടാക്കുന്നില്ല. കോശങ്ങൾക്കും ശരീരത്തിനും കേടുപാട് ഉണ്ടാക്കാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയുന്നു, മരുന്ന് കഴിക്കേണ്ട സാധ്യത കുറയുന്നു. വാട്ട് എ കോമ്പിനേഷൻ! എന്തൊരു വഴിയാ നോക്കിയ. പക്ഷേ അവിടെയാണ് ഇതിനകത്ത് ചൂടാക്കി കൊടുത്തത്. അതോടെ എന്തുണ്ടായി? വണ്ടി റിവേഴ്സ് ആയി എന്ന് പറഞ്ഞ് തിരിഞ്ഞു. ഇതെന്തെല്ലാം ഞാൻ പറഞ്ഞു, അതെല്ലാം ഓപ്പോസിറ്റ് ആകും. ഫ്രീ റാഡിക്കൽസിന്റെ ഉത്പാദനം നടക്കും, കോശങ്ങളെ നശിപ്പിക്കും, ഒരു പരുവത്തിലാക്കും, ഒരു ഇൻഫ്ലമേഷനായി, രോഗിയായി, എല്ലാം. അതുകൊണ്ട് ഇത് കഴിച്ചാൽ കൊണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ചൂടാക്കാൻ പാടില്ല. അതുകൊണ്ട് ന്യൂട്രിചാർജ് വെജ് ഒമേഗ എവിടുന്നാണ് ഉണ്ടാക്കുന്നത്, അവിടുന്ന് ഉണ്ടാക്കി നിങ്ങളുടെ കയ്യിൽ പാക്ക് ചെയ്ത് എത്തുന്നത് വരെ അതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇനി സംരക്ഷിക്കണം കയ്യിൽ കിട്ടിയാൽ. ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് ചൂടായി കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽസ് ഗെറ്റ് ഡെവലപ്ഡ്, ഇറ്റ് വിൽ കോസ് ഹാം ടു അവർ ബോഡി. ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. പിന്നെ ഈ ഒരു ടെക്നോളജി, സാധാരണ ഒരു ചണവിത്ത്, അതാണല്ലോ ഫ്ലാക്സ് സീഡ്, ഏതൊരു വിത്തുനിന്നും എണ്ണ എടുക്കുമ്പോൾ അത് ചൂടാവും. കണ്ടില്ലേ? ചൂടാത്തില്ലേ? ഇപ്പൊ നമ്മള് ഈ ഗോതമ്പ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മില്ലിൽ പോയി പൊടിപ്പിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആട്ട നല്ല ചൂടായിട്ട് കിട്ടുന്നതാണ്. റൈറ്റ്? ചക്കി ഫ്രഷിൽ അത് ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്. അതുപോലെ ഇപ്പൊ ഇത് കോൾഡ് പ്രസ്ഡ് ടെക്നോളജി, ഇതാണ് പാറ്റന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നോബഡി ക്യാൻ ഡു ദിസ് ഇൻ ഇന്ത്യ. അപ്പൊ കോൾഡ് പ്രസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാക്സീഡിൽ നിന്ന് omega-3യുടെ എണ്ണ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ അത് എവിടെയും ചൂടായിട്ടില്ല എന്നുള്ളതാണ്. ഈ കോൾഡ് പ്രസ് ടെക്നോളജി ഇപ്പോൾ പല എണ്ണകൾ ഉണ്ടാക്കുന്നതിൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടാണ് വലിയ വലിയ പരസ്യങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ. കാരണം എന്താ? അവിടെ ആ എണ്ണ ചൂടായിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. കൊപ്ര ചൂടാക്കിയിട്ടല്ല എടുത്തിരിക്കുന്നത്, പിഴിയുമ്പോൾ ചൂടായിട്ടില്ല. അത് കോൾഡ് പ്രസ് ടെക്നോളജി. ഇന്റർനാഷണൽ ഫാന്റാസ്റ്റിക് ടെക്നോളജിയാണ് ഈ സംഭവം. വളരെ വിലപിടിച്ച ടെക്നോളജിയാണ്. അതാണ് ന്യൂട്രിചാർജ് വെജ് ഒമേഗയിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ കോൾഡ് പ്രസ് ടെക്നോളജിയാണ്. ഈ ഒരു ടെക്നോളജി പാറ്റന്റഡ് ആണ്. അതുകൊണ്ട് വേറെ ആർക്കും ഉണ്ടാക്കാനും പറ്റത്തില്ല omega-3യുടെ കാര്യത്തിൽ. ബാക്കിയൊക്കെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്. സോ ദ omega-3 oil is not heated in the entire process of making ന്യൂട്രിചാർജ് വെജ് ഒമേഗ. അതുകൊണ്ട് ന്യൂട്രിചാർജ് വെജ് ഒമേഗ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എത്തുന്നവരെ അത് അങ്ങനെയൊന്നും ചൂടൊന്നും ആയിട്ടില്ല. നിങ്ങൾ അത് ചൂടാക്കാതിരിക്കുക. That is the reason why we say that NutriCharge Veg Omega is absolutely beneficial. ഇതിനേക്കാൾ നല്ലൊരു omega-3 ലഭിക്കാനില്ല സുഹൃത്തെ. ഇത് കുറച്ച് ദിവസം ഇല്ലാതായപ്പോഴേക്കും എനിക്ക് വന്ന ഫോൺ കോളിന്റെ അളവ് കൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് എത്രമാത്രം ആൾക്കാർക്ക് റിസൾട്ട് തന്നിട്ടുണ്ട്. കിട്ടുന്നിടത്ത് പറയത്തില്ലല്ലോ, കിട്ടാതിരിക്കുമ്പോഴല്ലേ പറയും. ചില ആൾക്കാർ പറയും, സർ ഈ അസുഖം ഉണ്ട്, ആ അസുഖം ഉണ്ടെന്ന്. നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കും. മാറിക്കഴിഞ്ഞിട്ട് ഇതുവരെ ഒരാൾ എന്നെ വിളിച്ചിട്ടില്ല, സർ അത് കഴിച്ചതിന് ശേഷം മാറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ മാറിയിട്ടില്ലെങ്കിലോ വിളിച്ച് ഒരു പരുവത്തിലാക്കും. ഇത് തന്നെ എവിടെയാ? ഇത് കുറച്ച് ദിവസം ഷോർട്ട് ആയപ്പോഴേക്കും ആൾക്കാർക്ക് നിക്കക്കള്ളില്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് ഓടുന്നു. കാസർഗോഡുകാരൻ തിരുവനന്തപുരത്ത് പോകുന്നു, തിരുവനന്തപുരത്തല്ല കാസർഗോഡ് വരുന്നു. എവിടേക്കോ പോകുന്നു, എവിടെയും കിട്ടാനുണ്ടോ, ഒന്ന് കിട്ടാനുണ്ടോ, രണ്ട് കിട്ടാനുണ്ടോ. രൂപാന്തരണ യാത്രയിൽ മൊത്തത്തിൽ എൻ്റെ രൂപം അന്തരണമായിപ്പോയിരിക്കുന്നു. പക്ഷെ എങ്ങനെ സാധനം വന്നിട്ടുണ്ട്, എല്ലാവരും അത് കഴിക്കുന്നുണ്ട്. പിന്നെ ഇറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഗീവ്സ് റിസൾട്ട്. ഇങ്ങനെയാണ് എല്ലാ പ്രൊഡക്റ്റും, അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇനി അടുത്തൊരു വഴി വരുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ചുമയോ ഒരു പനിയോ വന്നു കഴിഞ്ഞാൽ 2 മാസമായി ഇപ്പം കണക്ക്. കണ്ടാണല്ലോ എല്ലാവരും കച്ച 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 ചുമച്ചോണ്ടിരിക്കുന്നുണ്ട്. അവസാനം സാറേ വയ്യാതെ ആയിട്ടേ ഞാൻ പോയി എസിട്രാൽ 250 കഴിച്ചു. ഇപ്പോൾ എസിട്രാൽ 500 കഴിക്കുന്നത്, എന്നിട്ടും മാറ്റമില്ല. ഈ പറയുന്നത് ശ്വാസം മുട്ട് കഴിയുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പം S5 കിട്ടാനില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് പോയപ്പോൾ S5 കിട്ടാനില്ല. അവസാനം ഞാൻ ന്യൂട്രിചാർജ് S5 കിട്ടിയത് എനിക്ക് വേറൊരു സ്ഥലത്ത്. അപ്പൊ അതും ഇപ്പൊ ആൾക്കാർ 5ഉം 6ഉം പെട്ടി മേടിച്ചുകൊണ്ടുവന്നുണ്ട്. പക്ഷെ ഞാൻ എത്ര കാലമായി പറയുന്നു ഇത് സ്ഥിരമായി കഴിക്കേണ്ടതാണ്. സ്ഥിരമായി കഴിച്ചിരുന്നെങ്കിൽ ഈ അസുഖം വരില്ലായിരുന്നു. വന്ന് മുരടിച്ചൊരു പരുവത്തിലാകുന്നത് മുഖത്ത് അങ്ങ് ഒരു രക്ഷയില്ലാതിരിക്കുന്ന നേരത്ത് പിന്നെ ന്യൂട്രിചാർജ് S5 പോഷൻ കഴിച്ചതിനെ കൊണ്ട് എത്ര ദിവസം കഴിക്കേണ്ടി വരും മാറാൻ. അപ്പൊ ഇതാണ് ഇതിന്റെ സിറ്റുവേഷൻ. നമ്മളത് മനസ്സിലാക്കുന്നില്ല. യു ഷുഡ് ഒബേ ദ റൂൾസ്. അതാണ്. സോ ഹൗ മച്ച് ടു ടേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
മിനിമം 3 അഡൽട്ട് ആയിട്ടുള്ള ആള് മിനിമം 3 നീഡ് ടു ബി ടേക്കൺ. 10 വയസ്സ് തൊട്ടിട്ട് എനിക്ക് തോന്നുന്നൊരു 15-16 വരെയൊക്കെ ഒന്ന് കഴിച്ചാൽ മതി. പിന്നെ ഒരു 10-20 വയസ്സ് വരെയൊക്കെ 2 കഴിക്കുക. ബാക്കി അതിന് ശേഷം 3 വെച്ച് കഴിക്കുക. യു ക്യാൻ സീ ദ ഡിഫറൻസ്. ഐ ടെൽ യു. നിങ്ങളിപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ അല്ലെങ്കിൽ സ്പീഡായിട്ട് നടക്കുമ്പോൾ ഓടുമ്പോഴൊക്കെ പെട്ടെന്ന് കിതക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ന്യൂട്രിചാർജ് വെജോമേ ഒന്ന് കഴിച്ചു നോക്കി, നിങ്ങളെ കിതപ്പ് തന്നെ മാറുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ കാപ്പസിറ്റി ഇൻക്രീസസ്, അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയും, രക്തധമനികൾ നല്ല സുഗമമായിട്ടോടും, രക്തത്തിന്റെ പ്രവാഹം കൂടും, രക്ത സർക്കുലേഷൻ കൂടും. അതുപോലെ തന്നെ നിങ്ങളെ ചർമ്മത്തിന്റെ ക്വാളിറ്റി മാറും, നഖത്തിന്റെ ക്വാളിറ്റി മാറും, മുടിയുടെ ക്വാളിറ്റി മാറും, മൊത്തം സ്ട്രക്ചറെ മാറും. ഹൂ ഷുഡ് ടേക്ക്? ആര് കഴിക്കണം? എല്ലാവരും കഴിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് പ്രായഭേദമൊന്നുമില്ല. എല്ലാവരും കഴിക്കുക, ഇരുന്ന് കഴിക്കുക, വീട്ടിൽ കോമ്പറ്റീഷൻ വെച്ച് കഴിക്കുക. ടിങ് ടോങ് ടിങ് ടോങ്, അത് തന്നെ, അല്ലാതെ ഒന്നുമില്ല. കഴിച്ചുകൊണ്ടേയിരിക്കുക. ആൻഡ് യു വിൽ റിമെയിൻ യങ് ഫോർ എ വെരി വെരി ലോങ് ടൈം, ദാറ്റ്സ് ഫോർ ഷുവർ. പിന്നെ എത്ര കാലം കഴിക്കണം? എത്ര കാലം ആരോഗ്യത്തോടെ ഒരു പ്രശ്നമില്ലാതെ സുന്ദരനും സുന്ദരിയായിട്ട് നിൽക്കണം, മരുന്ന് കഴിക്കാതിരിക്കണം, അസുഖങ്ങൾ ഇല്ലാതിരിക്കണം, അത്രയും കാലം കഴിക്കണം. ഏതെങ്കിലും ഒരാൾ ആരോടെയും ചോദിച്ചിട്ടുണ്ടോ നീ എത്ര കാലം ഭക്ഷണം കഴിക്കും? ചോദിച്ചിട്ടില്ലല്ലോ. ഇത് ഭക്ഷണമാണ്, ഇറ്റ് ഈസ് എ ഫുഡ് ആൻഡ് നീഡ് ടു ബി ടേക്കൻ ഫോർ എ വെരി ലോങ് ടൈം. ആ ചിത്രത്തിൽ തന്നെ കാണാൻ കണ്ടോ ഏതെല്ലാം പ്രായത്തിൽ കഴിക്കാനുണ്ട്. You need to take for a very long time and it will definitely is going to give you result. Okay, then when should it be taken? എല്ലാ ഭക്ഷണത്തിന് ശേഷം. അപ്പൊ എന്താ ഇതിന് കൂടെ ചെയ്യേണ്ടതാണ്? PVMFOA, റൈറ്റ്? അപ്പൊ പ്രോട്ടീൻ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കുന്നു, ഗാമ ഒറിജിനൽ ഭക്ഷണത്തിന്റെ മുമ്പേ കഴിക്കുന്നല്ലേ, അതിന്റെ കൂടെ കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ന്യൂട്രിചാർജ് മാൻ, വുമൺ, ന്യൂട്രിചാർജ് വെജ് കഴിക്കുന്നു. പെർഫെക്റ്റ് PVMFOA. ആരോഗ്യത്തിന്റെ അടിത്തറ പാകി കഴിഞ്ഞു. ഈ ആരോഗ്യത്തിന്റെ അടിത്തറ പാകി കഴിഞ്ഞു കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ദ ബേസ് ഈസ് വെരി സ്ട്രോങ്. ഹെൽത്ത് ബേസ് ആണിത്. ആ ഹെൽത്ത് ബേസ് ഈസ് വെൻ ഈസ് വെരി സ്ട്രോങ്. അസുഖങ്ങൾ വരാനുള്ള സാധ്യത തീരെ നിന്നുപോയി എന്നുള്ളതാണ് പറയാനുള്ളത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ടേക്കിംഗ് ഇറ്റ് ഫോർ എ വെരി ലോങ് ടൈം ഓൺ എ റെഗുലർ ബേസ് ആൻഡ് യു ഫാമിലി മെമ്പേഴ്സ് ആർ ഓൾസോ ടേക്കിംഗ്. എല്ലാവരും കഴിക്കണം. വീട്ടിൽ എല്ലാവരും 2 ആൾ കഴിച്ച് 3 ആൾ കഴിച്ചില്ല, അതൊന്നും പറ്റില്ല. എല്ലാവരും കഴിക്കണം. കാരണം എല്ലാവർക്കും അസുഖം ഇല്ലാത്തൊരവസ്ഥയും എല്ലാവർക്കും ആരോഗ്യം ഉണ്ടെങ്കിലാണല്ലോ വീട്ടിൽ ഒരു കൂരയുടെ ചുവട്ടിലിരിക്കാനുള്ള സുഖം ഉണ്ടാകുക. എല്ലാ 2 ആൾക്ക് അസുഖം 3 ആൾക്ക് അസുഖം ഇല്ലാതിരിക്കുന്നിടത്ത് സുഖം ഉണ്ടാവില്ല. സോ മേക്ക് ഷുവർ ദാറ്റ്. കാരണം ഈ വർഷം ആരോഗ്യത്തിന്റെ വിപ്ലവ വർഷമാണ്, ഹെൽത്ത് റെവല്യൂഷൻ ഇയർ ആണ്. നമ്മൾ ആരോഗ്യത്തിൽ നിൽക്കണം, നമ്മൾ കുടുംബത്തിനെ ആരോഗ്യത്തിൽ കൊണ്ടുവരണം, അതിൽ കൂടെ നമുക്ക് മറ്റുള്ളവരെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഈ രാജ്യത്തെ നമുക്ക് അസുഖങ്ങൾ ഇല്ലാത്തൊരു രാജ്യമാക്കി എത്രയും പെട്ടെന്ന് മാറ്റി കൊണ്ടുവരണം. അതിനുള്ള ബ്രാൻഡ് അംബാസിഡേഴ്സ് അല്ലെ സെഹത് കെ സിത്താരയാണ് നമ്മൾ. അതുകൊണ്ട് എല്ലാവരും ആ സെഹത് കെ സിത്താരയാവുക, ഞാൻ പറഞ്ഞത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് റിസൾട്ട് അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമാകുക. ഇത് ഈ പറഞ്ഞത് ഇന്ന് മറന്നു പോകരുത്. ഇതെല്ലാ ദിവസവും ഓർക്കേണ്ടതാണ്. കാരണം എല്ലാ ദിവസവും ഓർത്താൽ മാത്രമേ നമ്മൾ എല്ലാ ദിവസവും ആരോഗ്യത്തോടെ ഉണ്ടാവും. ജസ്റ്റ് ഇമാജിൻ, ഒരു രോഗം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഈ കാണുന്ന സന്തോഷങ്ങളെല്ലാം പോയി. വീട്ടിൽ ഒരാൾക്കൊരു അസുഖം വന്നാൽ തീർന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവർക്കും ആരോഗ്യവും സമാധാനവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരും. ഇപ്പൊ നേരിട്ട് കാണാം നമുക്ക്. ഇപ്പോൾ 9-ാം തീയതി കേരളത്തിലെ ടെക്നിക്കൽ ലീഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഗോകുലം പാർക്ക് ഹോട്ടൽ എറണാകുളത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂട്രിചാർജിന്റെ ടീം അവിടെ എത്തുന്നുണ്ട്. അപ്പം മിലിൻ സർ, മനീഷ മാഡം, ഞാൻ, നയന എല്ലാവരും ഉണ്ടാവും. നമുക്ക് ഒരു ദിവസം അടിച്ചു പൊളിക്കാം. കുറെ കാര്യങ്ങൾ നമുക്ക് തീരുമാനമെടുക്കാം. അതിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോയി കേരളത്തിനെ ആരോഗ്യ സംസ്ഥാനമാക്കി മാറ്റാം. ഓക്കെ, ഗോഡ് ബ്ലെസ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. മേരാ ചാർജ് ന്യൂട്രിചാർജ് ആൻഡ് ബാക്ക് ടു